നമസ്കാരം, നമസ്കാരം, നമസ്തേ. എന്താണ് എല്ലാവർക്കും വിശേഷമൊക്കെ? ഇന്ന് 5 പേര് വെയിറ്റിങ്ങിലൊക്കെ ആണല്ലോ. എനിക്ക് വയ്യ. നവീൻ ഇന്ന് എന്താണ് കഴിച്ചത്? ഇന്ന് ഞാൻ എന്താ കഴിച്ചത്? അൽഫാം, ഒരു കുഞ്ഞി പീസ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ അൽഫാമാണ് കേട്ടോ, എനിക്ക് വേണ്ടി. പിന്നെ എന്താണ് എല്ലാവർക്കും വിശേഷമൊക്കെ? സുഖമാണോ? ആണോ? ഇന്നലെ വന്നിട്ട് പോയത്, എന്നിട്ട് പിന്നെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നല്ലേ. എന്നാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണ് എല്ലാവരുടെയും? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ആരുമില്ലേ? ഷാമിൽ, ഹായ് ഷാമിൽ. ഷാജി ഇടുക്കി, ഹലോ. ഹായ് ഷാജി ചേട്ടാ, ഇടുക്കിയിലാണോ വീട്? ഇസുവോ? RMC മീഡിയ, ഹലോ. എല്ലാവർക്കും വെൽക്കം. അരവിന്ദ്, അനാമിക, കോശി ചേട്ടാ, ഹലോ. പിന്നെ ഹലോ ചേച്ചി, ഹൗ ആർ യു? ഭക്ഷണം കഴിച്ചോ? പിന്നെ ഭക്ഷണം കഴിച്ചു. കലാമണ്ഡല സത്യഭാമ വന്നല്ലോ. എൻ്റെ പേര് കലാമണ്ഡല സത്യഭാമ എന്നാക്കിയോ? ഈശ്വര, ഈശ്വര, അതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഫാസിൽ കുളവണ്ടി, ഹലോ ഫാസിൽ, ഇതെവിടെയായിരുന്നു? ഡ്രസ്സ് സൂപ്പർ, താങ്ക് യു. കൊള്ളാമോ ഡ്രസ്സ്? എങ്ങനെയുണ്ട്? ഷോർട്ട് ഡ്രസ്സാ, ചെറിയ ഡ്രസ്സാ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? ബേബി യു ബ്യൂട്ടിഫുൾ, താങ്ക് യു. എന്താണ് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ. അതെ, ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡൊക്കെ ചോദിച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒമാനിൽ നിന്ന് നമ്മുടെ രാമൻ ചേട്ടൻ വന്നിട്ടുണ്ട്. വെൽക്കം ഐഷ ബ്ലോഗ് ചേച്ചി. കേരളത്തിൽ എവിടെയാണ്? ഞാൻ കൊച്ചി. ഓർത്തിരിക്കുമായിരുന്നു നിമിഷയെ. അപ്പോൾ ഇതേ ഒരു മെസ്സേജ് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം നിമിഷ. യെസ്, നിങ്ങളുടെ സ്വന്തം നിമിഷ ബിജോ. പ്രവീൺ ചേട്ടാ, ഹായ് പ്രവീൺ ചേട്ടാ, ഹലോ. സാന്ദ്ര സജീവ്, ഡ്രസ്സ് ഫുൾ കാണിക്കുക. ഡ്രസ്സ് ഞാൻ ഫുള്ള് കാണിച്ചില്ലേ? കൊൽക്കട്ടയിൽ നിന്ന് ഹായ്, ഹലോ. അനീഷ്, മുത്തശ്ശിയുടെ കുഞ്ഞനാണോ? കുഞ്ഞ, ഹായ് കുഞ്ഞ. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക് കേട്ടോ. ഇതിന് വലിയ വിലയൊന്നുമില്ല. നമ്മുടെ സ്വന്തം ചാലക്കുടി സ്റ്റോറിൽ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇതിന് ഒരു 315 രൂപയുള്ളൂ കേട്ടോ അതിന്. ഇതൊരു ലിക്വിഡായിട്ടാണ്. ഇത് നമുക്ക് നല്ലതാണ്. കുറേ ഒരു ദിവസമൊക്കെ എന്താ പറയുക, ഫുഡൊന്നും കഴിച്ചില്ല, വേർത്തൊന്നും ഒഴുകി പോയില്ലെങ്കിൽ ഇത് കുറേ നേരം നമുക്ക് നിൽക്കും. അല്ല, ഇതാണ് എന്നോട് ചോദിച്ചായിരുന്നു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് പറയാമോ എന്നൊക്കെ. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക്. ഇത് ലാക്മേയുടെയാണ്, ലിക്വിഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇടുന്ന ലിപ്സ്റ്റിക്ക്, എല്ലാവരും ഓർത്ത് വെച്ചോളൂ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മാത്രം. ഇതൊരു ലിക്വിഡായിട്ട് നമുക്ക് ഇരുന്നോളും, പോവില്ല കേട്ടോ. പിന്നെ ഞാനൊരു ലിപ് ബാം, നമ്മുടെ ഇവയുടെ സ്വന്തം ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ഭയങ്കര ലോക്കലാണ്. അപ്പോൾ ഇത് പോയി കഴിയുമ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇതൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ല കളറായിട്ട് ഇത് മാത്രം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ല കളറുള്ള ലിപ് ബാമാണ്. അപ്പം നോക്കി മേടിക്കുക. ഓക്കെ, ഇതിനും വില ഭയങ്കര ചീപ്പ് റേറ്റാണ്. ഇതിന് എത്ര റേറ്റ്? അതിൻ്റെ റേറ്റിനകത്തില്ല, ചീപ്പ് റേറ്റാണിത്. അപ്പോൾ ഇത് സ്ട്രോബെറിയുടെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ 2 സംഭവമാണ് നമ്മുടെ. ഇതിൻ്റെ പല കളറുണ്ട്. അത് റെഡ് ഉണ്ട്, റോസ് ഉണ്ട്, ലൈറ്റ് പിങ്ക് ഉണ്ട്, അങ്ങനെ ഒരു 3-4 കളർ ഉണ്ട് എനിക്ക് കേട്ടോ. അപ്പം ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതാണ് കംഫർട്ട് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ലിപ് ബാം ഇതാണ് എൻ്റെ സ്വന്തം പ്രൊഡക്റ്റ്. ഇവയും അതുപോലെ ലാക്മേ ഇതിന് 315 രൂപ ഉള്ളത്. വില ഇതിനകത്തുണ്ട് കണ്ടോ, 315. ബിഗ് ബോസ് ഹോം സ്റ്റേ റിസോർട്ട് ഒരു വീഡിയോ ചെയ്യാൻ വിളിക്കും. റേറ്റ് ഒന്ന് പറയണം. ഷാജി ചേട്ടന്, ഇടുക്കിയിൽ നിന്ന് ഷാജി ചേട്ടൻ്റെ റിസോർട്ടിലെ ഒരു റിവ്യൂ എടുക്കാൻ വേണ്ടി നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഷാജി ചേട്ടാ, എനിക്ക് എൻ്റെ പേഴ്സണലായിട്ടൊരു മെസ്സേജ് വിടാവോ? അപ്പോൾ മെസ്സേജ് വിടുമ്പോൾ എൻ്റെ ഇൻസ്റ്റയിൽ എൻ്റെ ഫോൺ നമ്പർ കിടക്കുന്നുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഞാൻ ബിഗ് ബോസിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ.
ഞാൻ അതേ ഒരു ക്യാപ്ഷൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ബിഗ് ബോസിൽ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് നിങ്ങൾ പറയണം. പിന്നെ സുബിൻ, ഹായ് സുബിൻ, നമസ്കാരം സുബിനെ, സൂപ്പറാണ് കേട്ടോ സുധീരേട്ടൻ, താങ്ക് യു. എനിക്കിവിടെ സുഖമാണ് ചേച്ചി, ചേച്ചിയുടെ വിശേഷം പറ. എനിക്ക് സുഖമാണ്, സന്തോഷമായിട്ട് പോണു, കുഴപ്പങ്ങളൊന്നുമില്ല. ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തു. ഇന്ന് നടക്കാൻ പോയില്ല, ഇന്ന് കൂട്ടുകാരിക്ക് ഷൂട്ടുള്ളതുകൊണ്ട് കൂട്ടുകാരി ഷൂട്ടിന് പോയി. അതുകൊണ്ട് എനിക്ക് കൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ പോയില്ല, മടി പിടിച്ചോടിയിരുന്നു. ബിഗ് ബോസിൽ വരണം അനിഷിൽ സജീദ് പറയുന്നു. ബിഗ് ബോസിൽ തന്നെ, ബിഗ് ബോസ് തന്നെ ഇഷ്ടമല്ല അപ്പോഴാണ്. ഓ മൈ ഗോഡ്. അപ്പോൾ ജിത്തു ശിവാനന്ദൻ, ഹായ് ചേച്ചി ബിഗ് ബോസിൽ വരണം പ്ലീസ്. ഞാൻ വന്നു. നവീനെ, ഹായ് നവീൻ. സാഗർ, ഹായ് സാഗർ കോട്ടപ്പുറം, വെൽക്കം. ജിത്തു ശിവനന്ദൻ, ഹായ് ജിത്തു. ഹായ് ശ്യാം പ്രസാദ്. സ്മിത സനുഷ, ഹായ് ചേച്ചി. ഫോൺ സൈലൻ്റ് ആക്കാനോ? ഏത് ഫോൺ സൈലൻ്റ് ആക്കിയ പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ ഞാൻ പറയണത്. എന്തുവാടി ഇത്? ബിഗ് ബോസിൽ വരണം. ഞാൻ ഇതിലിട്ടിട്ടുണ്ട്, ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിലേക്കൊരു വോട്ട് തന്നാൽ മതി. വരണം എന്നുള്ളവർ മാത്രം ലൈക്ക് ചെയ്യും. KL ബൂട്ട്, ഹലോ ഹായ്. മിറർ, ബിഗ് ബോസിൽ വരണം. ബിഗ് ബോസിൽ പോകാൻ അവസരം കിട്ടിയാൽ പോകുമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. എനിക്കൊരു വിളി വന്നാൽ മാത്രം മതി, ഞാൻ അപ്പം പോവും പെട്ടിയും പക്കണമൊക്കെ എടുത്ത്. ചേച്ചി ഐ ലവ് യു. ജിത്തു, ഹായ് ജിത്തു. പിന്നെ എന്തൊക്കെയാ വിശേഷം? ഹായ് ഹലോ അൻഷി, ആശിഷ്, ഹലോ. ഫോൺ നമ്പർ തരുമോ? ഓ മൈ ഗോഡ്, എൻ്റെ ഇൻസ്റ്റയിൽ എൻ്റെ ഫോൺ നമ്പർ കിടക്കുന്നത്. എന്തെങ്കിലും വർക്ക് ഡീറ്റെയിൽ ആയി മാത്രം നിങ്ങൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ചാറ്റിക്കൊണ്ടിരിക്കാൻ മാത്രമേ എനിക്ക് മെസ്സേജ് അയക്കില്ല. കാരണം ഒരു ലോഡ് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയെടുക്കാൻ നമുക്ക് ഒരുപാട് ടൈം വേണം. പല ആൾക്കാരും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് ഒക്കെ എനിക്ക് ഇൻബോക്സ് എഴുതിയിരുന്നുണ്ട്. പക്ഷെ നമുക്ക് നോക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേടേ. ഇത് പോയാലും കുഞ്ഞളിനെ മറക്കരുത് കേട്ടോ. ഓക്കെ കുഞ്ഞളിയ ചേച്ചി എനിക്കൊരു ഹായ് തരുമോ? ഞാൻ ഇപ്പോഴാണ് കമൻ്റ് ഇടുന്നത് പ്ലീസ്. അനീഷ് രാഹിം, ഹായ് അനീഷ്. അനഘ, ഹായ് അനഘ, ഹായ് പറയുമോ? രഹന സജീഷ്, എൻ്റെ പേര് പറയൂ. അപ്പു, ഹായ് അപ്പു. ലക്ഷ്മിക്കുട്ടി, ഹായ് ലക്ഷ്മിക്കുട്ടി. ഇന്ന് ഫുൾ ലൈവിൽ നിൽക്കാൻ സാധിക്കില്ല, ഇത്തിരി ബിസിയാണ്, പോകാൻ താല്പര്യം ഉണ്ടായിട്ടില്ല, എന്നാൽ ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് ഷാജി ചേട്ടാ. ഓക്കെ, സന്തോഷം. സമയമില്ലെങ്കിൽ ഓടി വന്നൂല്ലോ നമ്മളെ കാണാനായിട്ട്, ഒരുപാട് സന്തോഷം. നൈസ് ലിപ്സ്റ്റിക്, താങ്ക് യു. സ്മിത, ഹായ് സ്മിത. ഞാൻ ബിഗ് ബോസ് കാണുക. ഓക്കെ, കണ്ടോളൂ കണ്ടോളൂ. നവീൻ, കഴിച്ചോ ചേച്ചി? ഞാൻ കഴിച്ചു. ഞാൻ സ്വന്തമായിട്ട് അൽഫാം കുക്ക് ചെയ്ത് കഴിച്ചു. നൂറയ്ക്കൊരു ഹായ് തരുമോ? ഹായ് നൂറ, ഹലോ നൂറ. ഐ ആം ഫാൻ. സാന്ദ്ര സജീവ്, ഹായ് ഹായ് ഹായ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്തെങ്കിലും ഓഫർ ഉണ്ടോന്നോ? ഓഫറൊന്നുമില്ല. എന്താ ഓഫർ? ചേച്ചിക്കുട്ടി ഞാൻ വന്നു. ഹായ് ലക്ഷ്മി, ഹായ്. എൻ്റെ വീട് ചാലക്കുടി, എനിക്കൊരു ഹായ് തരണം. അനു അനിൽകുമാർ. നിയ, ഹായ് നിയ. ആടുജീവിതം 28-ന് റിലീസാവും. അതെ 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 അതെ, കാണാൻ പോയി. അനിയത്തി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സ്മിത സനുഷ, താങ്ക് യു ചേച്ചിക്കുട്ടി, താങ്ക് യു സോ മച്ച്. ചേച്ചി മൂവിക്ക് ബുക്ക് ചെയ്തു. ആളില്ലാത്ത ഫാൻ ഓൺ ആക്കുന്നത്. ആളില്ലാത്തത് എന്തിനാ ഫാൻ ഓൺ ആകണമെന്നോ? ഇത് ചൂടാണ് ഭയങ്കര, അതുകൊണ്ട് അങ്ങനെ ഇട്ട് വെച്ചതാണ്. ഞാൻ അവിടെ ഇരിക്കുകയാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഇട്ട് വെച്ചതാണ്. ഓ എന്തൊക്കെയാണേ ശ്രദ്ധിക്കണത്. അവിടെ ഫാൻ കറങ്ങുന്നു. ആ ഫാനിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. യു ആർ വെരി ബ്യൂട്ടിഫുൾ, താങ്ക് യു. ലവ് യു നിയ, താങ്ക് യു നിയ. ബ്ലാക്ക് ഹെയർ ഒന്ന് ഫുൾ കാണിക്കാമോ? ബ്ലാക്ക് ഹെയർ ഫുൾ കാണിക്കാമല്ലോ, പിന്നെന്താ കുഴപ്പം? ബ്ലാക്ക് ഹെയർ. ഞാൻ എൻ്റെ മുടിയിൽ ഏതാണ്ട് ഒരു വർഷമോ 7-8 മാസമായി തോന്നുന്നു വെളിച്ചെണ്ണ തേച്ചിട്ട്.
വെളിച്ചെണ്ണ തേച്ചപ്പോൾ എൻ്റെ മുടിയുടെ ഒറിജിനൽ കളർ വന്നു, കറുപ്പ്, ഒരുമാതിരി ബ്രൗൺ ആയിട്ടിരുന്ന മുടിയാണ്, ചെമ്പൻ പോലെ. വെളിച്ചെണ്ണ തേക്കാതെ, പക്ഷെ വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞപ്പോൾ മുടി ശരിക്കും കറുത്തു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണ തേക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ല, ഇങ്ങനെ കുഴാന്ന് കിടക്കും മുടി. ഒന്നാമത് ഇങ്ങനത്തെ മുടിയും കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിക്ക് തോന്നും. അപ്പോൾ ഞാനതെന്താ ചെയ്യുക, വെളിച്ചെണ്ണ തേക്കില്ലായിരുന്നു. വെളിച്ചെണ്ണ തേച്ച് അങ്ങ് ഒട്ടും ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ് കേട്ടോ. ചേച്ചിക്കുട്ടി നവീൻ നന്ദു, ഹായ് നവീൻ. ചിഞ്ചു എന്താണ് ഇൻസ്റ്റ റിപ്ലൈ ഇല്ലാത്തതെന്ന്? എടേ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഇൻസ്റ്റയിൽ വരുന്നുണ്ട്, ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ ഉണ്ട്, ഫേസ്ബുക്ക് പേജിൻ്റെ മെസ്സഞ്ചർ ഉണ്ട്, അതേപോലെ ഒരുപാട് മെസ്സേജ് എനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്കിതെല്ലാം നോക്കണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കൂലേ. അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വർക്ക് ഉണ്ട്, പിന്നെ എന്താ പറയുക, ജിമ്മുണ്ട്, എല്ലാമായിട്ട് ഇങ്ങനെ ഓട്ടമുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുക്ക് ചെയ്യണം. ഇപ്പം നേരത്തെ പോലെ എന്തെങ്കിലും കഴിച്ചാൽ പോരാ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡയറ്റ് ആയതുകൊണ്ട് കുക്ക് ചെയ്തൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് നേരം എടുക്കും. വിശന്നൊക്കെ ആയിരിക്കും നമ്മൾ ജിമ്മിൽ നിന്ന് വരുന്നത്, അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കണം, ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലൊക്കെയാണ് ഞാൻ. ചേച്ചി ഇന്ന് സൂപ്പറാണ്, ഇന്ന് പ്രത്യേക ഭംഗിയുണ്ട് ഫേസിന്, താങ്ക് യു. അത് ഹെയർ ഇങ്ങനെ കെട്ടിയതുകൊണ്ടായിരിക്കാം. പിന്നെ എന്താ, ഹായ് മിറർ. 112 വോട്ട് കിട്ടി. ബിഗ് ബോസിന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോൾ അടിപൊളി. പുരികം ത്രെഡ് ചെയ്തു. ത്രെഡ് ചെയ്തു. നാട്ടിൽ പോയപ്പോൾ, ഞാൻ നാട്ടിലാണ് ത്രെഡ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നമുക്കൊരു ചേച്ചിയുണ്ട്, ഇവിടെ നമ്മുടെ കുറ്റിച്ചിറയിലെ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ അടുത്താണ് ഞാൻ എന്നും ത്രെഡ് ചെയ്യുക. ചേച്ചി ആകുമ്പോൾ നല്ല ഷേപ്പിന് നമുക്ക് എടുത്തു തരും. അപ്പം കുറച്ച് ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു പുരികത്തിന്, അതൊക്കെ മാറി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുറ്റിച്ചിറയിലെ പുരികം ത്രെഡ് ചെയ്യുന്ന ചേച്ചിക്ക് ഞാനൊരു താങ്ക്സ്. കുളമായിരുന്നു, ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട്. പിന്നെ സുബിൻ, ഹായ് സുബിൻ. പിന്നെ നമ്മളെ ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു നമുക്ക്, അത് ഉടനെ വരും കേട്ടോ, ഇൻ്റർവ്യൂ ഒക്കെ വരും. അപ്പോൾ എല്ലാവരും, ഞാൻ ലിങ്കൊക്കെ ഇടാം, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ദിൽഷാദ് എൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ സജസ്റ്റ് ചെയ്യണോ ചേച്ചിയെ? ചിലപ്പോൾ കിട്ടുമായിരിക്കും. വേഗം സജസ്റ്റ് ചെയ്യണമെന്നോ? എന്ത് ചോദ്യമാടേ, അങ്ങോട്ട് സജസ്റ്റ് ചെയ്യടേ അങ്ങോട്ട്. ബിഗ് ബോസിൽ പോയാൽ ഞാൻ പൊളിക്കും. ദിൽഷാദാണ് എന്നെ സജസ്റ്റ് ചെയ്തതെന്ന് ഞാൻ അവിടെ എല്ലാവരോടും പറയും. ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, പെട്ടെന്നായിക്കോട്ടെ. ഞാനാണെങ്കിൽ പാക്ക് ചെയ്ത് നിൽക്കുക ബിഗ് ബോസിൽ പോകാനായിട്ട്. എന്തായാലും ദിൽഷാദെ ഒരുപാട് സന്തോഷം, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്. മോജിയിലുണ്ട്, ഞാനുണ്ട്. പിന്നെ അർഷ, ഹായ്. ഒന്ന് എണീറ്റ് നിൽക്കുമോ? കണ്ണൻ, ഹായ് കണ്ണാ. എന്തൊക്കെയുണ്ട് വിശേഷം? കണ്ണാ ഓടിവാ ഉണ്ണിക്കണ്ണാ, ഓടിവാ ഉണ്ണിക്കാൽ കൊണ്ടോടിവാ ഉണ്ണിക്കണ്ണാ, ഓടിവാ. ബാക്കി അറിയില്ലടേ. വയനാട് വരുന്നുണ്ടോ? വയനാട് എന്തെങ്കിലും വർക്കൊക്കെ ആയി നമ്മൾ പെട്ടെന്ന് ചിലപ്പടയിൽ അങ്ങ് എത്തും. നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ, പെട്ടെന്നല്ലാണ്. ഞാൻ വ്യാഴാഴ്ച അട്ടപ്പാടി വരുന്നുണ്ട്. അട്ടപ്പാടിയിൽ ഉണ്ടാവും, ഒരു 3-4 ദിവസം ഉണ്ടാവും. ആശാ കൃഷ്ണൻ, ഒരു ലവ് യു പറയുമോ? നീയെ പറയുന്ന ഒരു ലവ് യു പറയണോ ഗൈസ്? ഞാൻ നീയോട് ഞാൻ ലവ് യു പറയണോ? ഹെയർ വെട്ടിയത് ശരിയായോ? ഞാൻ വെട്ടിയൊന്നുമില്ല, അത് ഞാൻ മുടി വെച്ച് സെറ്റ് ചെയ്തല്ലേ. ഞാൻ അങ്ങനെ വെട്ടുവോടെ? എൻ്റെ ഈ ഭംഗിയുള്ള മുടി ഞാൻ വെട്ടിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നണുണ്ടോടി? എൻ്റെ അനിയത്തി ചേച്ചിയോട് ഹായ് പറയാൻ പറഞ്ഞു, എന്നെ വെറുപ്പിച്ച് കൊല്ലുക, ഒന്ന് അവൾക്ക് വേണ്ടി ഹായ് പറയുമോ? ഫസീല നിസാർ. അനിയത്തിയുടെ പേരൊന്ന് പറയുമോ മുത്തുമണിയെ? ഫസീലയുടെ അനിയത്തിക്ക് വലിയൊരു ഹായ്. ഫസീലയുടെ അനിയത്തിയുടെ പേരൊന്ന് പറഞ്ഞ് ഞാൻ പേര് വിളിച്ചിട്ട് ഹായ് പറയാം. ഓക്കെ. പോണിറ്റൈൽ പ്ലീസ്. പോണിറ്റൈൽ ഇനിയിപ്പോൾ കെട്ടാൻ പോയാൽ ഇത് മുടിയൊക്കെ ജബ്രയായി. ഇപ്പം തന്നെ ഇതുണ്ടല്ലോ, ഇവിടെ ചുരുണ്ടതുകൊണ്ട് എൻ്റെ ഫേസ് മൊത്തം മാറി. പിന്നെ എന്താണ്, സാന്ദ്ര സജീവ്, ഞാൻ കണ്ടിട്ടുണ്ടോ? ആരെയാ അങ്ങനെ പാടാനോ? കണ്ണൻ അങ്ങനെ പാട്ട് പാടാൻ. ഉണ്ണിക്കണ്ണ ഓടി വന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് സൂചിച്ചങ്ങോട്ട് കൊച്ചു കള്ളൻ. അനന്തു, ഹായ് അനന്തു. സുമി, ഞാൻ പോവാ, എന്നെ നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. അത് ശരി, ഇപ്പം നീയുടെ പേരല്ല ഞാൻ വായിച്ചിട്ട് ഞാൻ പറഞ്ഞേ ലവ് യു പറയണമെന്ന്. എന്തുവാടേ നീയാ ഇങ്ങനെയൊക്കെ അങ്ങ് പിണങ്ങി പോകാവോടെ? ബത്തേരി, ബത്തേരിക്കാരനാണോ? നവീൻ നന്ദു, ഹൈ. കഴിച്ചു സുബിനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ചേച്ചീനെ മോജിയിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ,
ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? ഞാൻ ഫുഡ് കഴിച്ചു, ഞാൻ പോവാ. അൻഷി സജീദ് പോവല്ലേ? അങ്ങനെ അങ്ങനെ പോകാമോ? നമ്മുടെ യൂട്യൂബിൽ വന്നിട്ട് ഒരാളും നമ്മുടെ റിപ്ലൈ കിട്ടാതെ പിണങ്ങി പോകാൻ പാടില്ല. അതെനിക്ക് ഭയങ്കര വിഷമമാവും. എൻ്റെ അനിയത്തിൻ്റെ പേര് ഐഷയാണ്, ഒന്ന് ഹായ് പറയണേ. അപ്പം ഐഷ മോള്, ഫസീലയുടെ അനിയത്തിക്കുട്ടിയായ ഐഷ മോൾക്ക് എൻ്റെ വക വലിയൊരു ഹായ്, എൻ്റെ വക ഓക്കെ. ഫസീൽ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ആഹാ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഐഷ മോളു. എത്ര വയസ്സായി ഐഷയ്ക്ക്? ഫേസ് ആണല്ലോ, അതുകൊണ്ടാ ഈ പോണിറ്റേൽ ചേരാത്തെ. പക്ഷേ ആശാകൃഷ്ണൻ എൻ്റെ റൗണ്ട് ഫേസ് ഒന്നും അല്ലടേ, നീണ്ട ഫേസാ. ഈ ക്യാമറയിൽ തോന്നുന്നതാണ് റൗണ്ട് ആണെന്ന്, ശരിക്കും എൻ്റെ ഫേസ് നീണ്ടിട്ടാ. റഫ്ന ഹായ് റഫ്ന. ആതിര ഹായ് ആതിര. കെവിൻ ജോൺ ഹായ് കെവിൻ. ഹലോ കെവിൻ. ബേബി ഉണ്ടോ എന്ന് ചോദിച്ചു. ബേബീസ് ഉണ്ട്, ബേബീസ് ഉണ്ട്, ബേബി അല്ല ബേബീസ് ഉണ്ട്. ഞാൻ പറയാം ചേച്ചി. ഓക്കെ, താങ്ക് യു ദിൽഷാദ്, താങ്ക് യു സോ മച്ച് ദിൽഷാദ്. അവൾക്ക് 14 വയസ്സാണ്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പം ഐഷ മോളോട് എൻ്റെ അന്വേഷണം പറയാട്ടോ. ചേച്ചീനെ ഒരു വട്ടം കണ്ടിട്ടുണ്ട്, നവീൻ നന്ദു. ഓഹോ, എവിടെ വെച്ചാണ് കണ്ടത്? സത്യം പറഞ്ഞു. ആശാ കൃഷ്ണൻ ഓയ് ഓയ്. മൈ നെയിം ശ്രേയ, ഗിവ് മീ ഹൈ. അനന്തു അനീഷ്, അനന്തു അനീഷ് എന്നിട്ട് ശ്രേയയാണ്. ഓക്കെ ഓക്കെ, ഹായ് ശ്രേയ, ശ്രേയക്കുട്ടി. ചേച്ചി മോജിൽ ഫുൾ ബാഡ് കമൻസ് ആണല്ലോ. അത് മോജിന് മാത്രമല്ല, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഫുൾ ബാഡ് കമൻസ് ആണ്. നമ്മളത് മൈൻഡ് ചെയ്യുന്നില്ല, അത്ര തന്നെ. സുന്ദരി ആയിട്ടുണ്ട്, താങ്ക് യു. അതെന്താണെന്നറിയോ, ഫേസ് ഇത്ര ഭംഗി ബ്ലാക്ക് ഇട്ടതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ബ്ലാക്ക് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല ഭംഗി തോന്നും. ബ്ലാക്കും അതുപോലെ റെഡും എൻ്റെ ഫേവറേറ്റ് കളറാണ്. ബ്ലാക്കും റെഡും. വൈറ്റും ഇഷ്ടമാണ് കേട്ടോ. വൈറ്റ് പൊതുവേ പിന്നെ ഞാൻ അങ്ങനെ ഇടാറില്ല. ബ്ലാക്കും റെഡും ആണ് കൂടുതലും ഞാൻ ഇടുന്നത്. ഭയങ്കര കോമ്പിനേഷൻ അല്ലേ ബ്ലാക്കും റെഡും. ചേച്ചി ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഞാൻ ഉള്ളത് ഇടപ്പള്ളി. മുത്തേ ലവ് യു, താങ്ക് യു സൂര്യ. അവൾ എൻ്റെ അടുത്ത് ഉണ്ട് ചേച്ചി, പറഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. ഓ മൈ ഗോഡ്. ചേച്ചി അത്രയ്ക്ക് മോശം വീഡിയോസ് ആണ് ചെയ്യുന്നത്, അതാണ് ബാഡ് കമൻസ്. മോശം വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ അറിവില്ല, ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ എനിക്ക് നല്ലതായിട്ടാണ് തോന്നാറ്. പിന്നെ കാണുന്നവരുടെ കാഴ്ചപ്പാടിൽ നമുക്കൊന്നും ഇപ്പോൾ വിലയിരുത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം പറയുന്നവർ പറയട്ടെ, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, അത് അതിൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. പിന്നെ എൻ്റെ മെസ്സേജ് വായിക്കുന്നില്ലല്ലോ. ശ്രീജ ഹായ് ശ്രീജ. ഓ ഇന്ന് സ്കൂളൊക്കെ അടച്ചല്ലോ അല്ലേ? 10ാം ക്ലാസ്സിലെ പരീക്ഷ എക്സാമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി പിള്ളേരുടെ പൊടി പൂരമായിരിക്കും. പനമരം വെച്ച് പനമരം മറ്റേ മൂവിയുടെ ഷൂട്ടിന്. ഓക്കെ ചേച്ചി, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് ലൈക്ക് അടിക്കാമോ ഈ ബിനീഷ് കുഞ്ഞളിൻ്റെ പ്ലീസ്. ഓക്കെ. ഇടപ്പള്ളിയിൽ എവിടെയാണ്? ഇടപ്പള്ളിയിൽ ലുലുവിൻ്റെ അടുത്താണ്, ജവാൻ ക്രോസ് റോഡ്. ലുക്കാട്ടോ ചേച്ചിയെ, താങ്ക് യു സൂര്യ. ചേച്ചി കുക്ക് ചെയ്യാറുണ്ടോ? പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ കുക്ക് ചെയ്യാറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് എല്ലാം കുക്ക് ചെയ്ത് കഴിക്കുന്ന ആളാണ് ഗൈസ്. ഷാമിൽ കുറേ നേരമായി എണീറ്റ് നിൽക്കുന്നു പറഞ്ഞുള്ള കമൻറ്റ് ഇടാൻ തുടങ്ങിയിട്ട്. പിന്നെ എണീച്ച് നിൽക്കുക, എത്ര നേരമായിട്ടാണ് പറയുന്നതെന്ന് ശ്രീജ. അത് ശരി. എൻ്റെ ഇഷ്ടപ്പെട്ട ഫുഡ് നാടൻ ഫുഡാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എടപ്പള്ളിയിൽ ഭഗവതി ടെമ്പിളിൻ്റെ അടുത്താണോ? അതെവിടെയാണ് ഭഗവതി ടെമ്പിൾ? ഞാൻ ജവാൻ ക്രോസ് റോഡ്. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കഴിയുന്നില്ല. അതപ്പോൾ ഞാൻ ലൈവ് ഓൺ ആക്കിയിട്ടുണ്ടാവില്ല, അതായിരിക്കും ചെയ്യാൻ പറ്റാത്തത്. ഞാനും അവിടെയാണ്. ആഹാ അടിപൊളി. മുഹമ്മദ് ഹായ് ഹലോ. ഒരു പാട്ട് പാടുമോ? പാട്ട് പാടണോ? ഇന്ന് എന്തായിരുന്നു ഫുഡ്? ഇന്ന് ഞാൻ അൽഫാം കഴിച്ചു. അൽഫാം ഞാൻ ഉണ്ടാക്കി കഴിച്ചു. അൽഫാം. റിഷാദ് ഹായ് റിഷാദ്. ചേച്ചിയുടെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ് ഗോൾഡാണോ? യെസ്, അതെ ഗോൾഡാണ്. പത്തരമാറ്റ് തങ്കം, തനി തങ്കം. 916. കണ്ടു.
ടുമാറോ ഈസ് മൈ ഫ്രണ്ട്സ് ബർത്ത്ഡേ. അടിപൊളി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പോയി പൊളിച്ചെടുക്കുക. ഹലാകെ മാറുന്ന എന്ന പാട്ട് പാടാമോ? പൊന്നു മോളെ, എനിക്കതൊന്നും അറിയൂല. ഹലാകെ മാറുന്നു എന്നുള്ള പാട്ടൊന്നും എനിക്കറിയില്ല. എനിക്ക് ആകപ്പാടെ കുറച്ച് നാടൻ പാട്ട് മാത്രമേ അറിയൂ. നവീൻ ചേച്ചി പൊളിയാണ് കേട്ടോ. താങ്ക് യു. കലാമണ്ഡല സത്യഭാമയെ കുറിച്ച് എന്താണ് അഭിപ്രായം? കലാമണ്ഡല സത്യഭാമയെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഞാനത് ഇന്നലെ വന്ന് പറഞ്ഞതായിരുന്നു. പുള്ളിക്കാരിയുടെ ഡയലോഗൊന്നും അത്ര നല്ല ഡയലോഗല്ല. പുള്ളിക്കാരി പറഞ്ഞിട്ട് കറുത്ത കുട്ടികൾ എന്താ പറയുക കലയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞു കറുത്ത കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി നിർത്തണം എന്നൊക്കെ. അതൊക്കെ എൻ്റെ മുന്നിൽ വെച്ച് വേണമെങ്കിൽ മോന്തക്കിട്ട് എൻ്റെ ഒറ്റ പൊട്ടിയിൽ ഞാൻ പൊടിച്ചതിന് 100% ഉറപ്പുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്, അത് അവർ പറഞ്ഞിടുന്നു. പക്ഷേ ആ പറഞ്ഞത് ഭയങ്കര മോശമായിപ്പോയി. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അടുത്ത് വല്ല വെച്ച് ആ സ്ത്രീ പറയുന്നതെന്നുള്ള ഒറ്റ അടിക്കാൻ മോന്തയുടെ 2 പല്ല് ഇവിടുത്തെ പോയാൽ അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരിക്കലും ഒരാളെ നമ്മൾ വിലയിരുത്താൻ പാടില്ല, ഒരാളെ നമ്മൾ കളിയാക്കാൻ പാടില്ല. കറുപ്പെന്നോ വെളുപ്പെന്നോ എല്ലാം ദൈവം തന്ന സൗന്ദര്യമാണ്. അപ്പം അങ്ങനെയൊന്നും ഒരാളെയും പറഞ്ഞ് കളിയാക്കാൻ പാടില്ല. എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 27. ഇനി അടുത്തത് ഏജ് ആയിരിക്കും ചോദിക്കുന്നല്ലേ. ഏജ് ഞാൻ പറയൂല. ഗുഡ് ലേഡിയാണ് ചേച്ചി, സൂപ്പർ. താങ്ക് യു ദിൽഷാദ്. അപ്പം മിക്കവാറും ദിൽഷാദിൻ്റെ കെയർ ഓഫിൽ എനിക്ക് ബിഗ് ബോസിൽ കയറാൻ പറ്റൂല. ദിൽഷാദെ ഉറപ്പല്ലേ? ഞാൻ ഉറപ്പിച്ചോട്ടെ, പാക്ക് ഒന്നുകൂടെ സ്ട്രോങ് ആക്കിക്കോട്ടെ പാക്ക് ചെയ്ത് വെച്ചേക്കണതൊക്കെ. ബേസിൽ ബിനു മൂവാറ്റുപുഴ വന്നിട്ടുണ്ടോ? ആ, ഞാൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താ, നെയിൽ പോളിഷ് സൂപ്പർ. താങ്ക് യു. പച്ച പച്ച പച്ച. ആ ഏജ് ഞാൻ ഓർത്ത് എന്താ ചോദിക്കാത്തതെന്ന്. 36 ഏജ് എനിക്കറിയാം. 36 ഓർ 37 അല്ല, തെറ്റിപ്പോയി. അതൊന്നുമല്ല. ഷിബി, ഹായ് ഷിബി. ചേച്ചി പൊളിയാണ്. താങ്ക് യു. ഹായ് അർച്ചന, നമസ്കാരം അർച്ചന. സാരി ഉടുക്കുവോ? പിന്നെ ചേച്ചി, ഞാൻ ആദ്യം ഒന്നും ആരുടെയും ലൈവ് കാണാറില്ല. ഇന്ന് ഞാൻ യൂട്യൂബിൽ കയറിയപ്പോൾ ചേച്ചിയുടെ ലൈവ് ഞാൻ കണ്ടു. പിന്നെ ചേച്ചിയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതാണ് നിമിഷാഭിച്ചോ. നേരത്തെ തുടങ്ങിയോ ലൈവ്? ഷിബി നേരത്തെ തുടങ്ങിയില്ല, കുറച്ച് നേരം ആയതുള്ളൂ. ചേച്ചി അത് നോക്കണ്ട. ചില വായിക്കൽ ഓരോ കമൻറ്റ് ഇടുന്നുണ്ട് ചേച്ചി, അത് നോക്കണ്ട. ഞാനത് നോക്കാറില്ല. ചേച്ചി ഭയങ്കര സുന്ദരിയാണ് കേട്ടോ. ശരിക്കും? ഇപ്പോൾ അവിടുന്ന് നാളെ പറഞ്ഞല്ലേ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നാളെ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ തന്നെ എന്നെ ചീത്ത വിളിക്കാനല്ലേ. ചേച്ചി എണീറ്റ് നിൽക്കുമോ? എണീറ്റ് നിൽക്കാം. ഫ്ലാറ്റല്ല, ഇടപ്പള്ളിയിൽ വീടാണ്. നോട്ടിഫിക്കേഷൻ വന്നത് ഒരു ഡയറ്റ് പ്ലാനാണ്. അപ്പോൾ അത് നമുക്ക് ഓരോ സമയത്ത് വെള്ളം കുടിക്കണമെന്നും ഫുഡ് കഴിക്കണമെന്നും വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മളങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, നോട്ടിഫിക്കേഷനാണത്. நீங்கள் தமிழ் தெரியுமா? கொஞ்சம் தமிழ் தெரியும். கொஞ்சம் தமிழ் தெரியும். ஆனால் தமிழ் ரொம்ப പിടിക്കും. നാളെ സാരി ഉടുക്കുമോ? സാരിയെ എന്താണെന്നറിയോ, ഭയങ്കര ചൂടല്ലേടെ ഇപ്പം. അതുകൊണ്ടാണ് ഞാൻ സാരി ഒന്നും ഉടുത്ത് വരാത്തത്. ഇത് തന്നെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ബ്ലാക്കും കൂടി ആയതുകൊണ്ട് ഭയങ്കര ചൂട്. അപ്പം അങ്ങനെ ഒക്കെയാണ് കാര്യങ്ങൾ. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, വലിയ ഒരു ആരാധികയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ചേച്ചിയോട് വലിയ ഒരു ആരാധികയാണ്. ഫ്രണ്ടിൻ്റെ പേരില്ലേടേ? പേര് പറയണേ. നമ്മുടെ ലൈവിൽ വരുമ്പം ഫ്രണ്ടിൻ്റെ പേര് എല്ലാവരുടെയും ഫാമിലിയുടെ എല്ലാവരുടെയും പേര് പറയും. എന്നാലേ നമുക്ക് പേരൊക്കെ പറഞ്ഞ് ഒരു ഹായ് പറയാൻ പറ്റൂ. നിങ്ങളുടെ നാട്ടിൽ വേനൽ മഴ പെയ്തോ? എവിടുന്ന് അത് കത്തി കരിഞ്ഞ് ഉണങ്ങിയിരിക്കുകയാണ് ഇവിടെ. ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലടേ, അന്യായ ചൂട്. ഉങ്ക ഊര് എന്നാ? എങ്ക ഊര് കൊച്ചി. ഡ്രസ്സ് ഇട്ട് വരണം ട്ടാ. എനിക്ക് ചേച്ചിയുടെ വോയിസ് ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ട് വോയിസ്. താങ്ക് യു ദിൽഷാദ്. ബിനു ജോർജ്, ഹായ് ബിനു. കുറേ നേരമായി തുടങ്ങിയിട്ട് ഇല്ലെന്നേ, ഒരു 10 മിനിറ്റ്. അടിപൊളി സൂപ്പർ. താങ്ക് യു. സിൽക്ക് സ്മിതയുടെ ഷേപ്പ് ഉണ്ടെന്ന്. ഓ മൈ ഗോഡ്, എല്ലാം കാണുന്നുണ്ട് ചേച്ചി, അടിപൊളിയാ. താങ്ക് യു സൂര്യ.
ഹിന്ദി ഹിന്ദി നഹി മാലൂം, തൊട തൊട ഹിന്ദി. ഇവിടെ കർണാടകയിൽ മഴ പെയ്തു. ഓ കർണാടകയാണോ? ഓക്കെ ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് മന്ത് കൊച്ചിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്നെ അറിയിക്കുക, നമുക്ക് കാണാം. ഫ്ലാറ്റിന്റെ പേരെന്താ? ഫ്ലാറ്റ് അല്ലടേ, വീട് 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 വീട്, ഹൗസ് ഹൗസ്. കൊച്ചി പഴയ കൊച്ചി ആണെങ്കിലും ചേച്ചി പഴയ ചേച്ചി തന്നെയാ. അല്ല പെണ്ണേ, ചേച്ചി പഴയ ചേച്ചി തന്നെയാ. ഞാൻ ബംഗളൂരുവാണ്. ഓ മൈ ഗോഡ്, എവിടേക്ക് ഇരിക്കുന്ന ആൾക്കാരെയാണല്ലേ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഓ എത്ര ദൂരത്തിരിക്കുന്നവരും ഏതൊക്കെ ജില്ലയുള്ളവരും ഒക്കെയാണല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം. സുഖമാണോ? സുഖമാണല്ലോ. കൊച്ചി സൈറ്റ് സീലിംഗ് സൊല്ലുങ്ക. കൊച്ചിയിലെ സൈറ്റ് എവിടെയാണോ? കൊച്ചിയിൽ ലുലു മാൾ ഓപ്പോസിറ്റ്. മൂക്കൂത്തി സൂപ്പർ, താങ്ക് യു. ഇനി നാളെയും മറ്റന്നാളും ഈ 2 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് ലൈവിൽ വരാൻ പറ്റൂ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല റൊമ്പ ബിസി ഇറക്കേ. ഒരാഴ്ച ഞാൻ അകലെ അട്ടപ്പാടി പോയിട്ട് ആർമാദിക്കാൻ പോകണം. നഞ്ചിയമ്മയെ കാണുന്ന ഒരു ആഗ്രഹമുണ്ട്, പറ്റുമോ നോക്കട്ടെ. ഒരു പാട്ട് പാടുമോ പ്ലീസ്? എൻ്റെ ആഗ്രഹം ഒന്ന് പാടുമോ? അപ്പോൾ ദിൽഷാദ് എന്തായാലും നമ്മളെ ബിഗ് ബോസിൽ കയറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ ദിൽഷാദിന് വേണ്ടി ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. ബാക്കി ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് ചെവി പൊത്തിക്കോണേ. പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. ദിൽഷാദിന് വേണ്ടി ഏത് പാട്ട് പാടാം? എന്നും പാടുന്ന തന്നെ പാടാം അല്ലേ? കരിങ്കാളി പാടാം. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോലയിൽ നീരാട്. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്, കൊടുവാളെടുത്ത് ചുടുതാരികച്ചോലയിൽ നീരാട്. ദിൽഷാദേ എങ്ങനെയുണ്ട്? പോരെ പാട്ട്? ഞാൻ അധികം പാടി വെറുപ്പിക്കണ്ടല്ലോ നോർത്തിട്ടാ. താങ്ക്സ്. ഓ മൈ ഗോഡ്, ഇഷ്ടപ്പെട്ടല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്ക് അതൊക്കെ പാടാനേ അറിയൂ കേട്ടോ. എല്ലാത്തിൻ്റെ ഓരോ ലൈനും 2 ലൈനും ഒക്കെ എനിക്കറിയൂ. പിന്നെ ഹായ് ചേച്ചി, ഡ്രസ്സ് സൂപ്പർ. അർച്ചന ഗണേഷ്, താങ്ക് യു അർച്ചന. ഒരു ഡാൻസ് കളിക്കുമോ? ഓ എനിക്ക് വയ്യടേ ഡാൻസ് ഒക്കെ കളിക്കാൻ. നമസ്കാരം നിമിഷ, ഷാലിൻ ഫ്രം ഷാർജ. ഹായ് ഷാലിൻ ചേട്ടാ. ഷാലിൻ എന്നാണോ ഷാഹിൽ എന്നാണോ ചേച്ചി? തമിഴ് ഫിലിം ഷൂട്ടിംഗ് എന്നാ തുടങ്ങുന്നത്? ശ്രീകാന്തിൻ്റെ കൂടെ നെക്സ്റ്റ് മന്ത് ഏപ്രിലാണ്. ഏപ്രിൽ പകുതി കഴിയും. വയനാട്ടിലേക്ക് വരുന്നത് നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്, കിടന്നുറങ്ങാൻ നല്ല സുഖം ആണല്ലേ. തണുപ്പ് എവിടെയുണ്ടോ അവിടെ എന്തായാലും പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇവിടെയൊക്കെ ഇരിക്കാൻ പോലും വയ്യടേ. 2 ഫാൻ ഇട്ടിട്ടും ഭയങ്കര ചൂട്, AC ഇട്ടിട്ട് പോലും ഒരവസ്ഥയില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടെടുക്കുന്നുണ്ട് എനിക്കും. ഷിലിൻ അല്ലേ, അങ്ങനെയാണോ? ഷിലിൻ എന്നാണോ പേര്? ഓക്കെ. ശ്രീജിത്ത്, ഹായ് ശ്രീജിത്ത്. ഹായ് ചേച്ചി. ഡാൻസ് കളിക്കണം, എഴുന്നേറ്റ് നിൽക്കണം, എന്തോന്നടേ ഇത്? ഹായ് ചേച്ചി. ഹാഷിർ, ഹായ്. ചേച്ചിയുടെ ബോഡി ഷേപ്പ് സൂപ്പർ, താങ്ക് യു. എന്താണ് ഫ്രണ്ട് ബോയോ ഫയർ ബോയോ പേര്? എന്തോന്നടേ പേരൊക്കെ? സാരി ഗമ. ഞാനും ഫാമിലിയും നാട്ടിൽ വന്നിട്ടുണ്ടേ. ആഹാ, എവിടെയാണ് നാട്ടിൽ? കൊച്ചിയിലേക്ക് വരുന്നുണ്ടോ? കാണണ്ടേ നമുക്ക്? അൻഷി സജീദ്, സാരി ഉടുക്കാനാ ഇപ്പം? നന്നായി. ജസ്റ്റ് ഫോർ എ രസം. ആഹാ, ഞാൻ വിചാരിച്ചു സാമ്പാറായിരിക്കുമെന്ന്. വയറ് സൂപ്പറാണ് ചേച്ചി. ഓ, ഈ വയറൊക്കെ കാണാൻ പറ്റുന്നുണ്ടോടെ? കൊച്ച് ഗള്ളൻ, എനിക്ക് വയ്യ. ഷോ, എൻ്റെ വയറ് സൂപ്പറാണ്, എനിക്കറിയാം എൻ്റെ വയറ് സൂപ്പറാണ്. താങ്ക്സ് ചേച്ചി, പൊളി സോങ്. താങ്ക് യു ദിൽഷാദ്. തമാശ. ഓക്കെ. ബിഗ് ബോസ് കാണലുണ്ടോ എന്ന് ചോദിച്ചാൽ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കട്ടിങ് വീഡിയോസ് വരില്ലേ, അത് കാണും. അല്ലാതെ അതിനുവേണ്ടി മാത്രമായിട്ട് ഇരുന്ന എപ്പിസോഡ് അങ്ങനെ കാണത്തില്ല. അതിൽ നമ്മുടെ ആശാനാണ് ജിൻഡോ ചേട്ടൻ. ജിൻഡോ ചേട്ടൻ ഇപ്പോൾ അടിപൊളിയായിട്ട് തകർത്ത് പൊളിച്ചിറക്കി കയറി വരുന്നുണ്ടല്ലേ. ഓക്കെ. പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അരുന്ധതി. അപ്പം അരുന്ധതിക്കൊരു ഹായ്.
ഇന്ന് വ്യൂസ് കുറവാണല്ലോ. ഓ അതേന്ന്, ഇന്ന് വ്യൂസ് കുറവാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഇന്ന് ചൂടൊക്കെ ആയിട്ടും ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ പുറകെയൊക്കെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം. പിന്നെ അതുൽ മനോജ്, ഹലോ അതുൽ മനോജ്, ഹായ് ഹലോ. ഇച്ചിരി വെള്ളം കുടിക്കരുത് കേട്ടോ. എന്നോട് ഓരോ മിനിറ്റിലും ഓരോ ഗ്ലാസ് വെള്ളം വെച്ച് കുടിക്കാനാണ് പറയുന്നത്. ചേച്ചി സ്ലിം ആകുന്നുണ്ട് കേട്ടോ. ഒത്തിരി സ്ലിം ആവണ്ട, ഒത്തിരി സ്ലിം ആകുന്നില്ല, പക്ഷെ മാക്സിമം സ്ലിം ആവണം. പിന്നെ പൂരം എടുക്കാറായില്ലേ? പൂരത്തിനൊക്കെ ആരെങ്കിലും ഉണ്ടോടെ? ഞാൻ എന്തായാലും പൂരത്തിനൊക്കെ വരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, തൃശ്ശൂർ പൂരത്തിന്. ബിഗ് ബോസിലെ ജാസ്മിനെ പറ്റി എന്താ അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജാസ്മിനെ വീഡിയോയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ഒരു പരിചയമില്ല. പിന്നെ ഡ്രാമ കാണിക്കുന്നതായിട്ട് തന്നെ എനിക്കും തോന്നി. ചെന്നപ്പോഴേ 2 ദിവസം കഴിഞ്ഞപ്പോഴേ ലവ് ഒക്കെ ആയിട്ട് കുറേ ഡ്രാമ ആണെന്ന് എനിക്കും തോന്നാറുണ്ട് ബിഗ് ബോസ് കണ്ടിട്ട്. അപ്പോൾ ഉള്ളതിന് എനിക്ക് അതിനകത്ത് ഇപ്പോൾ ഇഷ്ടം ജിൻഡോ ചേട്ടനെ തന്നെയാണ് കേട്ടോ. ജിൻഡോ ചേട്ടൻ ഇപ്പോൾ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. പിന്നെ ജാസ്മിൻ എന്താ പറയുക, ഭയങ്കര ഓവറാക്കി ചളവാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മത്സരിക്കുന്ന എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും അടിച്ചു പൊളിച്ച് തകർത്ത് വരട്ടെ. ജാസ്മിനൊക്കെ അടിച്ചു പൊളിച്ച് കത്തി കയറട്ടെ. എല്ലാവരും അത്യാവശ്യം നല്ല പബ്ലിസിറ്റിയൊക്കെ കിട്ടട്ടെ. വെള്ളം നന്നായിട്ട് കുടിക്കണം, അല്ലെങ്കിൽ വല്ലാതെ ക്ഷീണിച്ച് പോകും. വണ്ണം കുറയുമ്പോൾ സൗന്ദര്യം കൂടും ചേച്ചി. അതെ അതെ അതെ, അത് ആ സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. വ്യൂസ് കുറയാൻ കാരണം ഇന്ന് IPL നടക്കുന്നുണ്ട്. ഓ വെറുതെ അല്ല, ഞാനിതൊന്നും അറിഞ്ഞില്ലടേ. ആരോട് പറയാൻ, നിനക്ക് തേവയാ ഇത്, ഉനക്ക് തേവയാ. ചേച്ചി പോന്നോ ബിഗ് ബോസിൽ? അതെ, പോണം എന്നുണ്ട്. അഞ്ജന ചേച്ചി അഭിനയിച്ച സിനിമകളുടെ കുറേ നെയിംസ് പറയാമോ? രഞ്ജിത്ത് പ്രഭാകരൻ. ഓക്കെ, പറയാം. ഞാൻ അഭിനയിച്ച സിനിമ അവഞ്ചേഴ്സ്, ലവ് റിവെഞ്ച്, പിന്നെ ആലീസ് ഇൻ പാഞ്ചാലിനാട്, 19-ാം നൂറ്റാണ്ട്, പ്രീസ്റ്റിനും 19-ാം നൂറ്റാണ്ടിലും ചെറിയ വേഷമാണ് കേട്ടോ. തിരിച്ചറിയും കണ്ടാൽ അത്ര മാത്രമേ ഉള്ളൂ. ഡയലോഗ് അങ്ങനെയൊന്നുമില്ല. ഈ അവഞ്ചേഴ്സിന് നായികയായിരുന്നു. പിന്നെ സന്തോഷ് പണ്ഡിറ്റ് സാറിൻ്റെ മൂവിയിൽ നായികയായിരുന്നു, അതിലൂടെ മകൾ അഞ്ജലി. പിന്നെ ഉണ്ടല്ലോ കോളേജ് ക്യൂട്ടീസ്. പിന്നെ ഏതാ, എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ. അത് ഈ 3-4 ദിവസം മുന്നേ റിലീസായതാണ്. അതിനകത്ത് എൻ്റെ ഒരു കുളിസീനൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടില്ല ആരും മൂവി? അത് കൊച്ചിയിലൊന്നും റിലീസില്ലായിരുന്നു, ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൽ നല്ല അടിപൊളി കുളിസീനൊക്കെ ഉണ്ട്. ഞാനും കണ്ടില്ല മൂവി, പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് എനിക്ക് ഇട്ട് തന്നു. ചേച്ചി അടിപൊളിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് ഇട്ട് തന്നായിരുന്നു കേട്ടോ. സിനിമയുടെ പേര് മറക്കണ്ട, എന്നിട്ട് നീ എന്നെ അറിഞ്ഞില്ലല്ലോ എന്നാണ് മൂവിയുടെ പേര്. അതിനകത്ത് നമ്മുടെ ഹീറോ വന്നിട്ട് നമ്മുടെ രതീഷേട്ടൻ്റെ മോനില്ലേ, പേരെനിക്ക് ഓർമ്മയില്ല, രതീഷേട്ടൻ്റെ മോനില്ലേ പൂച്ചക്കണ്ണൻ, അതാണ് നമ്മുടെ ഹീറോ. ചാലക്കുടിക്കാരൻ ചങ്ങാതിലെ രേണുവാണ് നായിക. കുറേ ആർട്ടിസ്റ്റുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ മൂവിയിൽ നല്ലൊരു സീൻ, നല്ല 3-4 സീനുണ്ട് അതിനകത്ത് കേട്ടോ. ഒരു കുളിസീനുണ്ട്, പിന്നെ ഒരു എന്താ പറയുക കോമഡി സീൻ, അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. നല്ല മൂവിയാണ്, എല്ലാവരും പറഞ്ഞു അടിപൊളിയായിരുന്നു. കണ്ടവരൊക്കെ പറഞ്ഞു, അതിനകത്ത് അഭിനയിച്ചതെല്ലാവരും കണ്ടു. അവരൊക്കെ എന്നെ വിളിച്ചിട്ട് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ ഏത് മൂവിയാണ് റിലീസായത്? ഇനി റിലീസാവാനിരിക്കുന്നുണ്ട്, റിബൺ ഉണ്ട്. പിന്നെ നമ്മുടെ തമിഴ് ഒരു വെബ് സീരീസ് റിലീസാവാനിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സീരിയൽ പറയാനാണെങ്കിൽ പല ആനന്ദരാഗം, ലേഡീസ് റൂം, എൻ്റെ മാതാവ്, ഭാഗ്യജാതകം, കാർത്തിക ദീപം, അങ്ങനത്തെ കുറച്ച് സീരിയൽസൊക്കെ നമ്മൾ ചെയ്തു. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവില്ല. എൻ്റെ വേറെ സാരി ഉടുക്കുമ്പോൾ ഞാൻ വേറൊരു ഫേസ്, മിഡിയം ടോപ്പ് ഇടുമ്പോൾ ഞാൻ വേറൊരു ഫേസ്. സത്യത്തിൽ ഞാൻ അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര ചേഞ്ച് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ലുക്കിലല്ലായിരിക്കും ചിലപ്പോൾ എൻ്റെ ഫോട്ടോയിൽ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെയല്ല നിങ്ങൾ എന്നെ നേരിട്ട് കാണുമ്പോൾ. അതുപോലെ ഞാൻ എന്താ പറയുക, വലിയ ഗുണ്ടൊന്നുമല്ല, വലിയ അത് ഈ സ്ക്രീനിൽ കാണുന്നതുകൊണ്ട് ഭയങ്കര സൈസ് തോന്നും. അത്ര വലിയ സൈസൊന്നും എനിക്കില്ല. ചേച്ചി ഞാൻ പോകുന്നുണ്ട് തൃശ്ശൂർ പൂരത്ത്, നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ ബിനീഷ്. പിന്നെന്താണ്, കുറേ കമൻറ്റ് പോയി. ഇപ്പോഴുള്ള തടി കുറയുകയോ കൂട്ടുകയോ ചെയ്യണ്ട, പക്ഷേ എനിക്ക് കുറച്ച് കുറയ്ക്കാനുണ്ടേ, തടിയുണ്ട്. അപ്പോൾ കുറയ്ക്കണം കുറച്ചും കൂടി.
മുഹമ്മദ്. വാവ്, നെന്മാറ വേലയ്ക്ക് വരുമോ? ഓ, എനിക്ക് ഷൂട്ടുണ്ടടേ, ഞാൻ പറഞ്ഞില്ലേ. എല്ലാത്തിനും കൂടി ഓടി എത്താൻ പറ്റൂല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വരണമെന്ന് നെന്മാറ വേലയ്ക്ക്. എൻ്റെ അമ്മയുടെ വീടും അവിടെ തന്നെയാണ്, കണ്ണമ്പ്രയാണ് എൻ്റെ അമ്മ വീട്. അപ്പം അമ്മമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആലോചിക്കുന്നുണ്ട്, നോക്കട്ടെ. വന്നാൽ ഒരു പൊളി പൊളിക്കായിരുന്നു, നോക്കട്ടെ. എനിക്ക് അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ ലവ് യു മുഹമ്മദ്. താങ്ക് യു. ബിഗ് ബോസ് കാണാറുണ്ടോ? ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്, അല്ലാതെ ഒന്നും കാണാറില്ല. ശ്രീകാന്തിൻ്റെ ഫിലിം ഹിറ്റാകും ചേച്ചി, ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും ചേച്ചി. അതോടെ ചേച്ചിയുടെ റേഞ്ച് മാറും, അപ്പോൾ ഞങ്ങളെ മറക്കല്ലേ. ഷിബി. ഇല്ല, ഒരിക്കലും ഞാൻ മറക്കില്ല കേട്ടോ, ആരെ ഞാൻ മറക്കില്ല. റേഞ്ച് ആയാലും റേഞ്ച് ഇല്ലെങ്കിലും ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ എനിക്ക് എൻ്റെ ഒരു ലൈഫിലെ എൻ്റെ ടേണിംഗ് പോയിന്റ് തന്നെയാണ് മൂവി. ശ്രീകാന്ത് സാറാണ് നായകൻ. അതുപോലെ ഇഷാഖ് റഹ്മാനി, അങ്ങനെ ഹിന്ദി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ട് ആ മൂവിയിൽ. അതുപോലെ പ്രഭുദേവ സാറുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കന്നഡ, തെലുങ്ക്, മലയാളം, ഹിന്ദി, തമിഴ് മൂവിയാണ്. ഇത്രയും ഭാഷയുള്ള മൂവിയാണ്. അപ്പോൾ എന്തായാലും അതിന് നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നതും. ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ കയറി പോകാൻ പറ്റുന്നതും സിനിമയൊക്കെ ചെയ്യാൻ സാധിക്കുന്നതും. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത്, കുറച്ച് വണ്ണമൊക്കെ ഒന്ന് കുറച്ച് സെറ്റ് ആവാനായിട്ട്. ലവ് മാരേജ് ആണോ? ഏറെക്കുറെ. ശ്രീകാന്ത് ഉയിര്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഒരു ജാടയില്ല. നമ്മളെയൊക്കെ കൂടെ വന്നിരിക്കുക ആള് പുള്ളിക്കാരൻ. സെൽഫിയൊക്കെ എടുക്കുക പുള്ളി നിന്ന് എത്ര നേരം വേണേലും നമുക്ക് തരും. ഒരു ജാടയില്ലാത്തൊരു പാവം പിടിച്ച ഒരാളാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് വലിയ ആൾക്കാരെന്നൊക്കെ പറയും, നമ്മളിങ്ങനെ വലിയ ജാടയാണോന്ന്. നിങ്ങൾ എന്നെപ്പറ്റി വിചാരിക്കുന്ന പോലെ തന്നെ ഞാനും വിചാരിച്ചു ഭയങ്കര ജാടയായിരുന്നു. പക്ഷേ ഭയങ്കര സിമ്പിൾ. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് സാറുമായിട്ട്. അപ്പോൾ നേരിട്ട് കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി, എനിക്കും ഭയങ്കര സന്തോഷമായി ഒരുപാട്. അതുപോലെ തന്നെ നമ്മുടെ മേജർ രവി സാറിനെ കാണാൻ പറ്റി. പാഷാണ ഷാജി ചേട്ടൻ ഉണ്ടായിരുന്നു. സോറി, പാഷാണ ഷാജി അല്ല, പുള്ളിനെ ആ ഒരു പേര് നമ്മൾ പറയുമ്പോൾ അങ്ങനെ ആ ഒരു ക്യാരക്ടറിൽ കണ്ട് നമ്മൾ ആ ഒരു ഇതിൽ അങ്ങ് വന്നുപോയി. അപ്പോൾ അങ്ങനെ ചേട്ടനെ കാണാൻ പറ്റി. പിന്നെ ആരാ ഉള്ളത്? ടിനി ടോം ചേട്ടൻ. ടിനി ചേട്ടനൊക്കെ നേരത്തെ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നല്ല കട്ടച്ചങ്കുകളാണ്. ടിനി ടോം ചേട്ടൻ എന്നെ കളിയാക്കുന്നത് ലാലേട്ടൻ്റെ ഷേപ്പ് ഉണ്ടെന്നും പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. ഇവക്ക് ലാലേട്ടൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഇവൾ നന്നായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട്. ടിനി ടോം ചേട്ടൻ എപ്പോൾ കണ്ടാലും കളിയാക്കാറുണ്ട്. അപ്പം ലേഡി ലാലേട്ടൻ എന്നൊക്കെ പറയാറുണ്ട്. ഫേസ് കൊണ്ടൊക്കെ ഞാനും ലാലേട്ടൻ്റെ ഫേസ് പോലെ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കൂട്ടോ ടിനി ചേട്ടൻ. അപ്പോൾ എന്താ പറയുക, അവരൊക്കെ അങ്ങനെ കാണാൻ പറ്റി. പിന്നെ ആരായിരുന്നു? ഒരുപാട് പേരുണ്ടായിരുന്നു. ബാദുഷിക്ക് ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ. പിന്നെ വേറെ ആരാ, ഞാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. പിന്നെ ആരണ്ടൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മലയാളം. ഹലോ, എങ്കിൽ കണ്ണമ്പ്രയിലേക്ക് വാ. ഞാൻ വരും. ഞാൻ എന്തായാലും അമ്മൂമ്മനെ കാണാൻ വേണ്ടി എന്തായാലും വരാറുണ്ട് അവിടെ. അപ്പോൾ വന്ന് അമ്മൂമ്മനെ കണ്ടിട്ട് പോവും. അപ്പോൾ നോക്കട്ടെ നെന്മാറ വേലയ്ക്ക് എത്താൻ പറ്റുമെന്ന്. കണ്ണമ്പ്ര വേലയ്ക്ക് ഒട്ടുമിക്ക വർഷങ്ങളിലും വരാറുണ്ട് മാക്സിമം. ഷൂട്ട് വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. ജാക്ക് വരച്ച ഫോട്ടോ ഒന്ന് കാണിക്കുമോ? ജാക്ക് അതോടുകൂടി വര നിർത്തി. അത്രേ വരച്ചുള്ളൂ, ബാക്കി ജാക്ക് വരച്ചില്ല. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് ഞാൻ ചോദിച്ചു, എനിക്കെൻ്റെ ബാക്കി ഫുൾ വരച്ച് തരുമോ എന്ന്. പക്ഷെ വരച്ചില്ലടേ, തരൂലാന്ന്. എന്തൊക്കെയാണല്ലേ, ജാടയാ, ഭയങ്കര ജാടയാ. ജാക്കിനൊക്കെ ഭയങ്കര ജാടാ. ഫുള്ളൊന്നും വരച്ച് തരത്തൊന്നുമില്ല. നാളത്തെ സ്റ്റാറിനോടാണ് ഞങ്ങൾ ഇന്ന് ചാറ്റ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, അയ്യോ എനിക്ക് വയ്യ. ഗോയിങ് ടു ബിഗ് ബോസ് സീസൺ 6. കെവിൻ ജോൺ. ബിഗ് ബോസ് സീസൺ 6. അതെ, ഞാൻ പോകുന്നു ഗെയ്സ്. പെട്ടിയും പൊക്കണമൊക്കെ ഇവിടെ ഞാൻ പോണ്. നിങ്ങൾ എന്നെ പറഞ്ഞു വിടുവോ? ഇപ്പൊ തന്നെ എന്നെ പറഞ്ഞു വിടുവോ? കൊള്ളാം. കണ്ണമ്പ്രയിലേക്ക് നോക്കാട്ടോ. ഫുഡ് കഴിച്ചോ? അഞ്ജന. കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചു. എൻ്റെ ഫ്രണ്ട്സിന് 53 വയസ്സുണ്ട് ചേച്ചി. അവരെക്കാൾ പ്രായം കുറവാണോ കൂടുതലാണോ? കൂടുതലാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ 93 എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ എനിക്ക് ഡെയിലി പ്രായം കൂടുന്ന ഒരാളാണ്. ഇന്നിപ്പോൾ എനിക്ക് 93, നാളെ എനിക്ക് 94. നാളെ 94 പൂർത്തിയാവും. ചേച്ചി എപ്പോഴും എനർജറ്റിക്കാണ്. എൻ്റെ മലയാളം. എൻ്റെ മലയാളം എന്ന് പറഞ്ഞാൽ ചാനലിൽ നിൻ്റെ പേരൊന്നും ഇല്ലേടേ. ഞാൻ ഈ വായിക്കുമ്പോൾ എൻ്റെ മലയാളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വായിക്കണ്ടേ? പേര് പറയടേ, പേര് പറ. കെവിൻ ജോണേ, ചിരിക്കരുത്. ഇന്ന് ഡ്രസ്സ് കിടുവാണല്ലോടാ. താങ്ക് യു.
വലിഞ്ഞു കയറി ചെല്ലുന്നേ. ആന്നേ, എനിക്ക് അവിടെ ഒരു എൻട്രി തരണ്ടേ. വലിഞ്ഞു കയറി ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെ പോകും? സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് ഞാൻ എങ്ങനെ അതിനകത്ത് കയറുമെന്ന് എനിക്കറിയില്ല. അല്ലെ ഞാൻ അതിക്രമിച്ച് ഞാൻ ചെന്ന് കയറിയേനെ. പക്ഷെ എനിക്കറിയില്ലെന്ന്. ഒരു എൻട്രി തന്നാൽ മാത്രം മതി, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പൊളിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരു എൻട്രി കയറി വലത് കാലം അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മാത്രം മതി, ബാക്കി ഞാൻ പിന്നെ അവിടെ കളിച്ചു കൊണ്ടിരുന്നോളാം. പിന്നെ ഞാൻ വരൂല്ലെന്ന്. ട്രെൻഡിന് കേരള ട്രാവൽ. ട്രെൻഡിന് പിന്നാലെ ഓടാൻ എല്ലാവർക്കും പറ്റും, ചെയ്യുന്നത് ട്രെൻഡാക്കി മാറ്റാൻ എത്ര ആൾക്ക് പറ്റും? ട്രെൻഡിന് പിന്നാലെ ഓടാൻ എല്ലാവർക്കും പറ്റും, ചെയ്യുന്നത് ട്രെൻഡാക്കി മാറ്റാൻ എത്ര ആൾക്ക് പറ്റും? എനിക്ക് പറ്റും. പിന്നെ ഞാൻ പോയിട്ട് വരാം. ഓക്കെ നവീൻ ചേട്ടൻ, ഓക്കെ. ബിഗ് ഫാൻ യു. താങ്ക് യു കെവിൻ. ഞാൻ എല്ലാവരും പേരൊക്കെ വിളിക്കുന്നത് എന്നെക്കാട്ടി മൂത്തതാണോ ഇളയതാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ. ആരും വിഷമിക്കൊന്നും ചെയ്യരുത്. ഞാൻ ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചാൽ നിങ്ങൾ പറയും എനിക്ക് അത്ര വയസ്സൊന്നുമില്ലെന്ന് പറയും. അതിനും ഭേദം പേര് വിളിക്കുന്നല്ലേ. ഞാൻ ചേച്ചിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് ചെയ്യും. അതാണ് ഞാൻ കുഞ്ഞളിയൻ. ഓക്കെ കുഞ്ഞളിയ, താങ്ക് യു കുഞ്ഞളിയ. ഇയാൾ ഫുൾ എനർജി ആണ് കേട്ടോ. താങ്ക് യു അഞ്ജനക്കുട്ടി. അഞ്ജനക്കുട്ടി തന്നെയാണോ അതോ അഞ്ജനക്കുട്ടനാണോ? വലിഞ്ഞു കയറി അങ്ങ് ചെല്ലണം, പിന്നെ വിന്നറായേ വരാൻ പാടുള്ളൂ. സത്യം. എനിക്ക് വലിഞ്ഞു കയറി ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് സ്ഥലം അറിയില്ല. അവിടെ നിന്ന് ആരെങ്കിലും എനിക്കൊരു ലൊക്കേഷൻ ഇട്ട് തന്നിട്ട് എന്നോട് പറയണം നിമിഷം ഞാൻ വാതിൽ തുറന്നിട്ടേക്കാന്ന് പറഞ്ഞാൽ മതി. ബാക്കി അതിക്രമിച്ച് കയറുന്ന കാര്യം ഞാൻ ഏറ്റു. അതിനുള്ളൊരു സ്കോപ്പ് മാത്രം എനിക്ക് കിട്ടിയാൽ മതി. ലോക്കറ്റ് മാലയുടെ തരാമോ? സോറി അളിയ, തരത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തരാമെന്ന് പറഞ്ഞ് വില 5 ലക്ഷം വരെ പറഞ്ഞിട്ട് പോയി, പക്ഷെ എനിക്ക് ആരും തന്നില്ല. ഞാൻ തരത്തില്ല, പോകണം. എനിക്ക് 39 വയസ്സില്ലേ? 93 നാളെ 93 എനിക്കാവും. കണ്ണമ്പറയിൽ വരുമ്പോൾ വിളിക്കുമോ? വിളിക്കാം. പിന്നെ ഹലോ അനൈ. ഹായ് ചേച്ചി. ഹായ് കെവിൻ. ട്രോഫിയൊക്കെ തന്നിട്ടുണ്ട്, താങ്ക് യു. ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. ഹൈദരാബാദിൽ നിന്ന് കേരള ട്രാവൽ, താങ്ക് യു. കൃഷ്ണ ബ്ലോഗ്സ്, ഹായ് കൃഷ്ണ. കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അഞ്ജനക്കുട്ടിയല്ല, അഞ്ജനയുടെ അമ്മയാണ്, കുറ്റിച്ചിറയാണ്. ഓക്കെ. എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നാണല്ലേ? അടിപൊളി, സൂപ്പർ, താങ്ക് യു സോ മച്ച്. കണ്ടോടെ, എൻ്റെ തൊട്ട അയൽവക്കം കുറ്റിച്ചിറ. എൻ്റെ അയൽവക്കം തന്നെയാണ്. ഞാൻ വെട്ടിക്കുടിയാണ്, കുറ്റിച്ചിറ അടുത്ത സ്റ്റോപ്പാണ്. കണ്ടോ, നമ്മളെ കുറ്റിച്ചിറയിൽ നിന്ന് എൻ്റെ നാട്ടിലുള്ള അഞ്ജനയുടെ അമ്മയാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്, ലവ് യു. നേരെ തിരിച്ച വയസ്സാവില്ല. എൻ്റെ കറക്റ്റ് വയസ്സ് ഞാൻ പറയൂല, നിങ്ങൾ അത് നോക്കണ്ട. ഞാൻ എവിടെ എൻ്റെ വയസ്സ് കൊടുത്തിട്ടില്ല, ഞാൻ പറയൂല. ആടുജീവിതം കാണാൻ എല്ലാവരോടും പറഞ്ഞോളൂ കേട്ടോ. പിന്നെന്താ പറയാലോ, ഉറപ്പായും കാണാം. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് ഞാനൊന്ന് ഇടിച്ചു കുത്തിപ്പോയി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആടുജീവിതം എല്ലാവരും കാണണം കേട്ടോ. നമ്മൾ അടിപൊളി മൂവിയാണ് വരാൻ പോകുന്നത്, അപ്പോൾ എല്ലാവരും കാണാം. ചേച്ചിയുടെ ഫിലിം റിലീസായ ഞങ്ങളിൽ ഒരാൾ ചേച്ചിയുടെ കൂടെ ഫിലിം കാണാൻ അവസരം തരണം. നിങ്ങളെല്ലാവർക്കും ഞാൻ അവസരം തരും. ഒരാളെ എന്തിനാക്കുന്നത്? നിങ്ങളെല്ലാവരെയും ഞാൻ വിളിക്കും. ഞാൻ അതിന് ഒരാഴ്ച മുന്നേ തുടങ്ങും ലൈവ്, ഇന്ന ദിവസം റിലീസാണെന്ന്. അപ്പോഴേ എല്ലാവർക്കും ഓൾവേസ് വെൽക്കം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വക ടിക്കറ്റ് ഫ്രീ. അതായത് പ്രത്യേകിച്ച് എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ ഫോളോവേഴ്സിനൊക്കെ ടിക്കറ്റ് ഫ്രീ. തള്ളൊന്നും അല്ല കേട്ടോ, ഉള്ളത് പറയുന്നതാണേ. ചേച്ചിനെ ഞാൻ കെട്ടട്ടേന്നോ? അയ്യോ, ചേട്ടൻ സമ്മതിക്കൂടെ? പിന്നെ മക്കൾ ചീത്ത പറയും. എനിക്ക് അവരൊന്നും വിഷമിപ്പിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എടേ, വയസ്സിലൊക്കെ എന്തിരിക്കുന്നു? പറഞ്ഞാൽ മനസ്സിലാവൂല. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവൂല വയസ്സിലൊക്കെ എന്തിരിക്കുന്നു. നമ്മുടെ വയസ്സ്, നമ്മുടെ മനസ്സാണ് നമ്മുടെ വയസ്സ്. കണ്ടില്ലേ? അതാണ്. അതിൽ കണ്ടുപിടിക്കണമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുക. വയസ്സാണ് നമ്മുടെ മനസ്സ്. ചേച്ചി, ഞാൻ 5 ലക്ഷം തരാം. സോറി അല്ലയാ, എനിക്ക് 5 ലക്ഷം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. കിട്ടുവാണെങ്കിൽ എനിക്കൊരു 25 ലക്ഷം കിട്ടണം. പിന്നെ ടിക്കറ്റ് തരാം. എല്ലാവർക്കും ടിക്കറ്റ് തരൂ. ഞാൻ കൃഷ്ണ. ഹായ് കൃഷ്ണ. ഇഷാൻ, ഹായ് ഇഷാൻ. ഒരു ഹായ് തരുമോ? ടോണി, ഹായ് ടോണി. ഹലോ. എൻ്റെ ചാനലിൻ്റെ പേര് ഒന്ന് പറയാമോ? വോയിസ് ഫ്രം നിഖിൽ. എന്തൊന്ന് ചാനലാടേ നിഖിലെ? വോയിസ് ഫ്രം നിഖിൽ. വോയിസ് എന്താണ് ചാനലിൽ ഇട്ടേക്കണത്? എൻ്റെ ചാനൽ എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് ബ്ലോഗ്, അതുപോലെ റീല് എല്ലാം ഉൾപ്പെടുത്താം എൻ്റെ ചാനലിൽ കേട്ടോ. എൻ്റർടൈൻമെൻ്റ് ആണ് ഞാൻ ഇട്ടേക്കണത്.
പിന്നെ പ്രായം വെറും അക്കം മാത്രം. യെസ്, അതെ, അങ്ങനെ വാടേ, അങ്ങനെ പവർ താ എനിക്ക്. നിങ്ങൾ എനിക്ക് പവർ, നിങ്ങളുടെ ഈ സംസാരമാണ് എനിക്ക് പവർ. ചേച്ചി ഞാൻ ഈ ലൈവിൽ നിന്നും പോകട്ടെ. എന്ത് പറ്റി ബിനീഷ് പോണത്? ഹലോ പറയുമോ ചേച്ചിയെ? പൊന്നു സേ ഹായ്. നീതു എം ആർ, ഇയാളെ നേരിട്ട് കാണാൻ ഒരു അവസരം തരുമോ കൂട്ടുകാരി പ്ലീസ്? ഓ ഷുവറായിട്ടും. അഞ്ജനക്കുട്ടിയുടെ അമ്മേ, നമുക്ക് എന്തായാലും കുറ്റിച്ചിറ വരുമ്പോൾ എന്താ പറയുക, നേരിട്ട് കാണാലോ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടില്ലേ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അല്ലേ, ശരിയല്ലേ? നമുക്ക് എന്തായാലും കാണാനേ, നമ്മൾ കാണും. ഞാൻ ഇനി ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വരുന്നുണ്ട് കുറ്റിച്ചിറയ്ക്ക്. അപ്പം ഞാൻ വരുമ്പം എവിടെയാണ് വീടെന്നൊന്ന് പറയുമോ? ഞാൻ വന്ന് കണ്ടോളാം, വീട്ടിൽ വന്ന് കണ്ടോളാം. അടിപൊളി കോസ്റ്റ്യൂം, താങ്ക് യു. വോയിസ് ഫ്രം നിഖിൽ, ചാനൽ കൊള്ളാം. എന്ത് ചാനലാണ്? ഞാൻ കണ്ടില്ല. നിങ്ങൾ സൂപ്പറാണ്, താങ്ക് യു. റോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയി. ഞാൻ അത് കണ്ടായിരുന്നു, ന്യൂസ് കണ്ടായിരുന്നു. ഹലോ നിവീസ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ആൾക്കാർക്കെല്ലാം യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ എല്ലാവരും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ കയറി പോകാൻ പറ്റുള്ളൂ. ഒരു യൂട്യൂബ് ചാനൽ വളർത്തിക്കൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. ഒരു 2-3 ഫോളോവേഴ്സൊക്കെ കയറണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. അത് നമ്മൾ അനുഭവിക്കുന്നവർക്ക്, യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് അറിയാൻ പറ്റും ആ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഡയറി മിൽക്ക് സിൽക്ക് തരാമെന്നോ? ഡയറി മിൽക്കിൻ്റെ സിൽക്ക് തരാമെന്നാ പറയുന്നേന്നോ? അയ്യാ, എനിക്ക് വേണ്ട, ഞാൻ മധുരം കഴിക്കുന്നില്ല, ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല, നിർത്തി. ഡയറ്റാന്ന് ഞാൻ പറഞ്ഞില്ലായോ അച്ചായോ? എന്തുവാടേ ഇത്? എനിക്കിഷ്ടമായി. എനിക്കിപ്പോൾ എനിക്ക് നാണം വരും. ഇഷ്ടമുള്ളവർ പ്രണയിക്കട്ടെ, പിന്നെ കെട്ടട്ടെ. ഓഹ്, ഇനി ഒരു കെട്ട് കെട്ടാൻ എനിക്ക് വയ്യടേ. ചേട്ടൻ സമ്മതിക്കൂല. ചേട്ടൻ എന്നെ വിശ്വസിച്ചാണ് ഇവിടെ ആക്കിയിട്ട് പോകുന്നത് വണ്ടി ഓടിക്കാൻ. ചേട്ടൻ പോയിട്ട് വരുമ്പോൾ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ ആകെപ്പാടെ വിഷമിക്കും. അയ്യോ അതൊന്നും വേണ്ട, എൻ്റെ മകൾ വരട്ടെ എന്നിട്ട് കാണാം. ഇപ്പോൾ അവൾ കാക്കനാടാണ് ജോലി. ഓ ഓക്കെ ഓക്കെ, കാക്കനാടാണല്ലേ. ഞാൻ എടപ്പള്ളിയാണ്. പിന്നെ എന്താണ്, പ്രദീപ്, ഹായ് പ്രദീപേട്ടാ, സോ നൈസ്, താങ്ക് യു. ചേച്ചി എനിക്ക് ഇന്നത്തെ ദിവസം വലിയ സന്തോഷമൊന്നുമില്ല. അതെന്ത് പറ്റി ബിനീഷേ സന്തോഷമില്ലാത്തത്? കറുത്ത ഡ്രസ്സിൽ സൂപ്പർ, ബ്രാക്കറ്റിൽ അശോക്. ഇങ്ങനെയൊക്കെ ആര് വായിക്കോടേ? ചേച്ചി ഒരു ഹായ് പറയുമ്പോൾ ഹായ് 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 ഹായ്. സുഖമാണോ? സുഖമാണ് നൗഷാദിക്ക. ഐ ലവ് യു നിമിഷ, താങ്ക് യു. പിന്നെന്താ? ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഓക്കെ ചേച്ചിക്കുട്ടി, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. വാര്യമ്പള്ളിയിലെ മീനാക്ഷി ഒന്നുമല്ല. ഇതാരാന്ന് ചോദിക്കാൻ. ഞാൻ വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ല, ഞാനൊരു പാവൻ നിമിഷ ബിജോയാണ്. വെള്ളം കുടിക്കട്ടെ കേട്ടോ. അയ്യോ എന്തൊരു ചൂട്. ചേച്ചിയുടെ ലൈവ് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. എൻ്റെ ഒരു ഫാമിലി മെമ്പറോട് സംസാരിക്കുന്ന പോലെയുണ്ട്. ഓ അടിപൊളി അടിപൊളി, താങ്ക് യു താങ്ക് യു. നീതു എം ആർ, ഹായ് നീതു. ചേച്ചി മുടി, എൻ്റെ മുടിക്ക് എന്താടേ കുഴപ്പം? ചേച്ചിയെ ഞാൻ ഗുരുവായൂരാണ്. ചേച്ചിക്ക് ഇടപ്പള്ളിയിൽ ആണല്ലേ എന്നും കാണാറുണ്ട്, പക്ഷെ എവിടെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇന്നും മനസ്സിലായി. എന്തിനടേ ഒന്നും മനസ്സിലായില്ല. എന്നെ എന്നും കാണാറുണ്ടോ? ആകപ്പാടെ പോണത് ജിമ്മിൽ. ഞാൻ ഗുരുവായൂരാണ്, ചേച്ചിക്ക് ഇടപ്പള്ളിയിലാണല്ലേ ഒന്നും കാണാറുണ്ട്, എവിടെയാണെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് മനസ്സിലായി. ഇതിലൂടെ ഒരു ഹായ് തരുമോ? ഹായ്. ഇന്നെങ്കിലും മുടി റിക്വസ്റ്റ്. എന്ത് റിക്വസ്റ്റാ? മുടി റിക്വസ്റ്റ്. നോയമ്പ് എടുക്കാറുണ്ടോ? എൻ്റെ എടുക്കാറുണ്ട്. അൽന, ഹായ് അൽന. ഫുഡൊക്കെ കഴിച്ചോ? കാവ്യ രജു, ഫുഡൊക്കെ കഴിച്ചു. എനിക്കൊരു ഹായ് തരുമോ ചിക്കു? ഫുഡ് നമ്മൾ 6:30-7 മണിക്കുള്ളിൽ നമ്മൾ കഴിച്ചിരിക്കും. എന്തൊരു ചൂടാടേ. മുടി കെട്ടി വെക്കുന്നതിന് കുഴപ്പമുണ്ടോടെ നിങ്ങൾക്ക്? ചൂടെടുക്കുന്നു, അതാണ്.
മേക്കപ്പ് ഇടാറുണ്ടോ? മേക്കപ്പ് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇടാറുണ്ട്, വീട്ടിലിരിക്കുമ്പോൾ ഒന്നും ഇടാറില്ല. സൂപ്പർ വീഡിയോ. ഓക്കെ, മുടി കെട്ടി വെച്ച് ചൂടെടുത്തിട്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കുന്നത്. നല്ല ചൂട്. എ സി ഉണ്ടോ? എ സി ഉണ്ട്, ബെഡ്റൂമിലേ ഉള്ളൂ. ചേട്ടനെ കൊണ്ട് ചേച്ചിയുടെ മുടി ഒന്ന് ബ്രഷ് ചെയ്യിപ്പിക്കുന്ന ചലഞ്ച്. അതിന് ചേട്ടൻ വരണ്ടേ? ചേട്ടൻ വരുന്നത് 11:30 12 മണിയാകുമ്പോഴാണ് ചേട്ടൻ വരുന്നത്. വന്നു കഴിഞ്ഞാൽ കുളിയും കഴിഞ്ഞ് ഫുഡും കഴിച്ച് അപ്പം തന്നെ കിടന്നുറങ്ങും. വെളുപ്പിന് എഴുന്നേറ്റ് 6 മണിയാകുമ്പോഴത്തേനും. ചില ദിവസം നേരത്തെ പോകും, ചില ദിവസം ജിമ്മ് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. രാമകൃഷ്ണ സാറിൻ്റെ കൂടെയുള്ള പഴയ ഫോട്ടോ അടിപൊളിയാണ് കേട്ടോ. പഴയ കാവ്യാമാധവൻ്റെ ചായ എവിടെയൊക്കെയോ ഉണ്ട്. ചില ഹെയർ സ്റ്റൈലിൽ പറയാറുണ്ട് എന്നോട് കേട്ടോ പലരും. പൊട്ടിച്ചിരിക്കുമോന്നോ? ഞാനോ? ചിരി വരണ്ടേ? നിങ്ങൾ വല്ല കോമഡി പറ, അപ്പം ഞാൻ പൊട്ടിച്ചിരിക്കാം. അല്ലാതെ ഞാൻ എങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത്? കണ്ണ് സൂപ്പറാണ്, സൗണ്ട് സൂപ്പറാണ്, ഫേസ് ലുക്ക്. സൂര്യ ശരവണൻ. ഓഹ് മൈ ഗോഡ്. മൈ നെയിം പറയുമോ? ആൻ മരിയ ദേവ്. ഹായ് ആൻ മരിയ. കള്ളുഷാപ്പിൽ കാണുന്നില്ല. അത് നമ്മുടെ കൗമുദി ചാനലിന് വേണ്ടി ചെയ്തതാണ്, കള്ളുഷാപ്പിൽ. അപ്പോൾ അതിപ്പോൾ ഷൂട്ടില്ല, അതുകൊണ്ട് തന്നെ കാണുന്നില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. മുടിയൊക്കെ കെട്ടി വെച്ച് വന്നപ്പോൾ നല്ലൊരു ചുന്ദരി കുട്ടിയായി. താങ്ക് യു. സൗണ്ട് കിടു. ഷോ എനിക്ക് വയ്യ. വണക്കം നൻപറുകളെ, വണക്കം. ഇതിങ്ങനെ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ വേണം, നിങ്ങൾ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ. ഞാൻ നിങ്ങളുടെ പേരും വെച്ചിട്ട് സ്റ്റോറി ഇട്ടേക്കാം. വേഗം എടുത്തോ. ഞാൻ 5 മിനിറ്റ് നിൽക്കുള്ളൂ. വേഗം എടുത്തോ. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ അതെനിക്ക് ഇട്ട് തന്നാൽ മതി. ഞാൻ നിങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ട് സ്റ്റോറി ഇട്ടേക്കാം. സ്ക്രീൻഷോട്ട് എടുത്തോ. വേഗം എടുത്തോ. കിട്ടിയോടേ? ആർക്കെങ്കിലും കിട്ടിയോടേ? ഉറങ്ങാറായില്ലേന്ന്? അപ്പോൾ സമയം എത്രയായി? ഉറങ്ങാറായോ? 10:30 ആയിട്ടുള്ളൂ. 11:00 ആവും. ബിജോ ചേട്ടൻ വരാതെ ഞാൻ കിടന്ന് ഉറങ്ങൂല്ലോ. ബിജോ ചേട്ടൻ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തവർ എനിക്ക് അയക്കണം കേട്ടോ. ഞാൻ സ്റ്റോറി ഇട്ടേക്കാം, ഇൻസ്റ്റ സ്റ്റോറി ഇട്ടേക്കാം, നിങ്ങളുടെ അക്കൗണ്ടൊക്കെ മെൻഷൻ ചെയ്ത്. 1 മാസമായി മുടി ബ്രഷ് ചെയ്യുന്നതും റിക്വസ്റ്റ് കാണാൻ നിൽക്കുന്നത്. അതിന് ബിജോ ചേട്ടൻ വരണ്ടടേ. ചേച്ചി കുഞ്ഞളിയൻ്റെ കമൻസ് എല്ലാം ഇഷ്ടമായോ? പിന്നെ സൂപ്പർ, അടിപൊളി. മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിക്കുമോ? പിന്നെന്താ, എനിക്ക് അങ്ങനെ ജാളിയൊന്നുമില്ല, ഞാൻ അഭിനയിക്കും. നാളെ ഇതൊക്കെ ആയിരിക്കും ട്രോള്. അയ്യോ, ഓവറാണേന്നോ? കുറച്ച് ഓവറായില്ലേ? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കൂ. അയ്യപ്പൻ ചേട്ടാ, എന്തോ അയ്യപ്പൻ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ എൻ്റെ പേരൊന്ന് പറയുമോ? ഹർഷ. ഹായ് ഹർഷ. ഹലോ ഹർഷ. കിട്ടിയല്ലേ? എനിക്ക് വയ്യ. എല്ലാവർക്കും കിട്ടിയോ സ്ക്രീൻഷോട്ട്? അപ്പോൾ എല്ലാവരും എനിക്കിടുക, ഞാനത് സ്റ്റോറി ഇട്ടേക്കാം. ചേച്ചീനെ എനിക്ക് ഇഷ്ടമായി. എനിക്കും ഇഷ്ടമായി സൂര്യനെ. നമ്പർ സേവ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ സേവ് ചെയ്യാം കേട്ടോ. മുടി കെട്ടിയൊക്കെയല്ലേ ചേച്ചി? മുടി ഫാനാണ്. എടേ ചൂടെടുക്കുന്നടേ, അന്യായ ചൂടടേ. എന്തുവാടേ ഇത്? എങ്ങനെ അയക്കും? ഞാൻ എടുത്തു. എൻ്റെ ഇൻസ്റ്റയിൽ നിങ്ങൾ അയച്ചു തന്നാൽ മതി, ഞാൻ ഇൻസ്റ്റയിൽ നോക്കിക്കോളാം കേട്ടോ. ഒരു ഫ്ലൈങ് കിസ് തരുമോ? ശ്രീനീസിൻ്റെ കമൻറ്റ് ഞാൻ വായിക്കുന്നില്ല. എത്ര വയസ്സുണ്ട്? 19. ഒരു സെൽഫി എടുക്കാൻ പറ്റുമോ? മല്ലു മ്യൂസിക് സോൺ. പിന്നെന്താ, സെൽഫി എടുക്കാമല്ലോ. ലുക്കാണെന്ന് പറഞ്ഞത് ഇഷ്ടമായില്ലേ? ഇഷ്ടമായല്ലോ. സന്തോഷമില്ലാത്ത കാര്യം ഞാൻ ചേച്ചിയോട് പറയത്തില്ല. ചേച്ചി സോറി, എൻ്റെ അമ്മയുടെ അയൽവാസി ഒരാൾ മരിച്ചുപോയി, അതുകൊണ്ടാണ്. അത് ശരി, കഷ്ടമായിപ്പോയി. ഇതിൽ സ്റ്റോറി ഇടാൻ പറ്റും? അതെനിക്കറിയില്ല കേട്ടോ, ഇതിൽ സ്റ്റോറി ഇടാൻ പറ്റുമെന്ന്. ഇടാൻ പറ്റുമെങ്കിൽ ഞാനിടാം. അവിഷ്ണ അക്കു. സീന ശശിധരൻ. ഹലോ കണ്ണൻ, ഒരു റിപ്ലൈ തരാടേ കണ്ണനുണ്ണി. കുഴിക്കോയ എന്താ പണി? ഒരു പണിയില്ല. ഹായ് ബൊമ്മക്കുട്ടിയോ? ഈശ്വര. കിങ്ങിണിമോൾക്കൊരു ഹായ് പറയോ ചേച്ചി?
കിങ്ങിണി മോൾക്കൊരു ഹായ്. ഹായ് കിങ്ങിണി മോളെ, നല്ല പേര് കിങ്ങിണി. ഹായ് ചേച്ചി. ഹലോ. ഫുഡ് കഴിച്ചു ആൽബർട്ട്. ഇന്ന് ചേട്ടൻ വന്ന് സ്നേഹത്തോടെ പറ എൻ്റെ മുടി ഒന്ന് ചീകിത്തരുമോ ഫോർ മൈ സബ്സ്ക്രൈബർ. ഞാൻ മുടിയൊക്കെ ചീകി സെറ്റാക്കി വെച്ചേക്കണത്. ആ പാവം പിടിച്ചപ്പോൾ മടുത്ത് വന്നിട്ട് അതിനോട് പറഞ്ഞിട്ട് വേണം പൊള്ളുവാ എന്നൊരു ആട്ടാട്ടപ്പോൾ ഞാൻ തെറിച്ചു പോയി കിടക്കാൻ. രഞ്ജന നേരിട്ട് കണ്ട പോലെയല്ല, ഇതിൽ ഭയങ്കര സംസാരക്കാരിയാണല്ലോ. എന്നെ മനസ്സിലായോ? നേരിട്ട് കണ്ടതുപോലെയല്ല. എന്നെ എവിടെ വെച്ച് കണ്ടടേ? നേരിട്ട് കണ്ടു. നിരഞ്ജന. നമ്മളെവിടെ വെച്ച് കണ്ടു നിരഞ്ജന? ഞാൻ നേരിട്ട് കണ്ടാലും ഭയങ്കര സൈലൻ്റ് ആണ്. പക്ഷെ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരൊന്നും എന്നെ മറക്കാൻ സാധ്യതയില്ല. നമ്മളൊന്ന് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല കമ്പനി ആവുന്ന ആളാണ്. പക്ഷെ എന്നോട് ജാട എടുത്താൽ ഞാൻ തിരിച്ചും ജാട എടുക്കും. എന്നോട് മിണ്ടിയെ ഞാൻ തിരിച്ചു മിണ്ടും. മമ്മൂക്കേൻ്റെ സിനിമയിൽ ചേച്ചി വേഗം നായികയാവട്ടെ. ഈശ്വര. അയ്യോ എനിക്ക് വയ്യ. അമ്മ സത്യം ഒത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. പോസിറ്റീവ് സംസാരം കേട്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഹാപ്പി മൂഡ്. താങ്ക്സ്. ഓ മൈ ഗോഡ്. അതെ, നമ്മൾ കാരണം മറ്റുള്ളവർ സന്തോഷിക്കുക, അത് എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമല്ലേ. ഹലോ ഹർഷ. ഹായ് ഹർഷ. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വരൂ. ഫൈസൽ. പിന്നെന്താ, ഞാൻ എപ്പോൾ വന്നെന്ന് ചോദിച്ചാൽ മതി. നാളെ എവിടെയാടി? കോഴിക്കോട് ക്യാമ്പയിനിങ്. ഹലോ ജിബിൻ തങ്കച്ചൻ. ഹായ് ജിബിൻ. അതെ, ഫോട്ടോ ഇൻസ്റ്റയിൽ നിങ്ങൾ സ്റ്റോറി ഇട്ട് മെൻഷൻ ചെയ്യൂ, ഞാൻ സ്റ്റോറി ഇടാം. അതെ, നിങ്ങൾ എടുത്ത ഫോട്ടോസ് ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഇതിലേക്ക് മെൻഷൻ ചെയ്തത് ഞാനത് സ്റ്റോറി ഇടാം കേട്ടോ. വേഗാവട്ടെ. കളിയാക്കല്ലേ ചേച്ചി. എടേ ഞാൻ കളിയാക്കൂടെ അങ്ങനെ? ഞാൻ ഒരു പാവല്ലേ എടേ. ഒരു ഹായ് തരുമോ കണ്ണൻ ഉണ്ണി? അണ്ണൻ എനിക്ക് ഞാൻ ഒത്തിരി ഹായ്. കരുനാക്കാണോ ചേച്ചി? ദേവനന്ദ. കരിങ്കാളിയല്ലേ. പാട്ട് വായി തന്നെ ഇരിക്കുക, ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഇത്തിക്കര പക്കി പറയുന്നു നാളെ ഹർത്താലായിട്ട് എന്താ പരിപാടി എന്ന്. നാളെ ഹർത്താലോ? ഒയ്യോ, ഇതൊക്കെ കാര്യം പ്ലാൻ ചെയ്താന്നറിയാമോ നാളെ ഞാൻ? ഒയ്യോ, ഹർത്താലാ നാളെ? എന്തിനാ ഹർത്താല്? നോക്കാം. മുടി ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ പറയല്ലേ ചേച്ചി. ഇപ്പം അമ്പലത്തിലൊന്നും പോകുന്നില്ലേ? ഉണ്ടല്ലോ, അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ. നിരഞ്ജന അമ്പലത്തിൽ വെച്ച് കണ്ടതാണോ? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ മോളെ. നിരഞ്ജന അമ്പലത്തിലൊന്നും പോകുന്നില്ല. നമ്മൾ എവിടെ വെച്ചാൽ കണ്ടേന്ന് പറയുമോ? നിരഞ്ജന ആർ നിരഞ്ജന. ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് മൂവി. നിരഞ്ജന. പിന്നെ ഇപ്പോൾ ഒരു പുതിയ നമ്മുടെ കൊറ്റംകുളങ്ങരയല്ലേ, അങ്ങനെയല്ലേ, കൊറ്റംകുളങ്ങരയിൽ ചമയവിളക്ക് എടുത്ത എന്താ ഗിവിൻ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോട്ടോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരേ ഷേപ്പായിട്ട്. പക്ഷെ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ഒരേപോലെ ഉണ്ടെന്ന്. എന്നിട്ട് ഞാൻ ആ പയ്യന് ഇന്നലെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു. പയ്യനെ ഞാൻ ഫോട്ടോ ഇട്ട് വരുമ്പോൾ പയ്യൻ ഞെട്ടി, ശരിയാണല്ലോ നമ്മൾ രണ്ടുപേരും തമ്മിൽ മാറിപ്പോവല്ലോ എന്ന് ആ പയ്യൻ എന്നോട് പറഞ്ഞു കേട്ടോ. പക്ഷെ ഒരാളെ പോലെ 9 പേരുണ്ടാവും എന്ന് പറഞ്ഞത് ഭയങ്കര സത്യമായ കാര്യമാണ് ഗൈസ്. ശരിക്കും ഞാനത് ഇങ്ങനെ ഇരിക്കില്ലേ, തന്നെ. നീ അച്ഛനെ വിളിച്ച് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഇനി എൻ്റെ പിറക്കാതെ പോയ അനിയനാണോ എന്ന് വല്ലതും ഒന്ന് ചോദിച്ചു നോക്കാം. കുറേ ആക്കുന്നു. എൻ്റെ നെയിം ഫാത്തിമ. ഹായ് ഫാത്തിമ. ചേച്ചി ആ പോസ്റ്റ് ഒന്നുകൂടി കാണിക്കാമോ ഒരൊറ്റ വട്ടം പ്ലീസ്? ഇങ്ങനെയാണോ? എടുത്തോ. ഹായ് വൈഗ. ആടുജീവിതം ഫിലിം എന്തെങ്കിലും പറയുമോന്ന്? മല്ലു മ്യൂസിക്. ആടുജീവിതം ഫിലിം ഞാൻ കണ്ടിട്ട് പറഞ്ഞാൽ പോരെ? എനിക്കിഷ്ടമായി ചേച്ചീനെ. കൊച്ചു കളി. അത്താഴം കഴിച്ചു. നീ കൊള്ളാവല്ലോടി പെണ്ണേ. ഷോ എനിക്ക് വയ്യ. ചേച്ചിക്ക് നല്ല നീളമുള്ള നാവാണല്ലേ.
ഒന്ന് കാണിക്കോ? ഞാൻ കാണിച്ചില്ലേ? പ്രിയേന്ദു എന്ന് നെയിം പറയാം. പ്രിയേന്ദുവോ? നാളെ ഞാൻ കാണാൻ വരട്ടെ. ഓ പോരെ, ധൈര്യമായിട്ട് പോയേ, ഞാൻ ഇടപ്പള്ളിയിലുണ്ടാവും. ബ്യൂട്ടിഫുൾ സ്മൈൽ. താങ്ക് യു ശരത്. ഒരു പാട്ട് പാട് ശരത്ത്. അപ്പം ഇന്നത്തെ തൃശ്ശൂർ നിരഞ്ജന, തൃശ്ശൂർ വെച്ചാണോ കണ്ടത്? തൃശ്ശൂർ വെച്ച് നിരഞ്ജനനെ നമ്മളെങ്ങനെ കണ്ടു? നിരഞ്ജന തൃശ്ശൂർ വെച്ച് എപ്പോൾ കണ്ടടേ? പറയടേ, എങ്ങനെയാണ് കണ്ടേ, എവിടെ വെച്ച്? എന്നാലേ എനിക്ക് ഓർമ്മ വരുള്ളൂ. നമ്മളെ കണ്ടെന്നൊക്കെ പറയുമ്പം ഞാൻ കണ്ടിട്ട് സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമയും. കാരണം ഞാൻ എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ്. എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്താ തീർച്ചയായും സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ എന്നോട് ജാട എടുത്താൽ ഞാൻ ഒട്ടും ജാടയ്ക്ക് കുറവില്ലാത്ത ഒരാളാണ്. എന്നോട് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു, ഞാൻ അങ്ങോട്ടും അങ്ങനെ തന്നെ പെരുമാറുന്ന ആളാണ്. അപ്പം എന്നെ കണ്ടിട്ട് ഞാൻ നേരിട്ട് കണ്ട പോലെ അല്ലല്ലോ, ഇതിൽ ഭയങ്കര സംസാരമാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്നെ എവിടെ വെച്ച് കണ്ടു എന്നൊന്ന് പറയാമോ? പിന്നെ അപ്പോൾ നമ്മുടെ ശരത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ട്, ശരത്തിന് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് പാടുക? ശരത്തിന് വേണ്ടിയിട്ട് പാട്ട്. ആടുജീവിത ഫിലിമിലെ യഥാർത്ഥ നായകൻ എൻ്റെ വീടിൻ്റെ അടുത്താണുള്ളത്. ഓ ഓക്കെ 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 ഓക്കെ, ഞാൻ കണ്ടായിരുന്നു, വീഡിയോസൊക്കെ കണ്ടായിരുന്നു. ഓ അടിപൊളി. എവിടെയാണ് അപ്പോൾ സ്ഥലം? എവിടെയാ? തന്നിയോ? തസ്നി. ഓക്കെ ഓക്കെ. സുന്ദരി പെണ്ണെ ഉണ്ണിമായേ. അത് ആരാടേത്? എടേ, എൻ്റെ പേര് നിമിഷ ബിജോ. ഉണ്ണിമായ എന്നൊന്നും അല്ല. ഞാൻ കുറേ നേരമായിട്ട് പേരിൻ്റെ പേര് പെണ്ണുങ്ക എന്ന്. കറുത്തവരോട് സംസാരിക്കുമോ? എന്താ സംസാരിച്ച? കറുത്തവരോട് സംസാരിക്കും, വെളുത്തവരോട് സംസാരിക്കും, ഇരുനിറമുള്ളവരോട് സംസാരിക്കും. എൻ്റെ അച്ഛൻ നല്ല വെളുത്തതും എൻ്റെ അമ്മ കറുത്തതുമാണ്. പിന്നെ എൻ്റെ ഫാമിലിപ്പെട്ട ആൾക്കാരെല്ലാം അത്യാവശ്യം നിറം കുറഞ്ഞവരൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവരെയൊക്കെ ഒഴിവാക്കുമോ? നിങ്ങൾ ഒഴിവാക്കുമോ? നിങ്ങളുടെ കൂടെപ്പിറപ്പുകൾ കറുത്തിരുന്നാൽ നിങ്ങൾ ഒഴിവാക്കുമോ? എന്തുവാടേ നിങ്ങളിങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഒരമ്മയ്ക്ക് 2 മക്കളുണ്ടായ അതിൽ ഒരു കുട്ടി കറുത്തതോ ആയാൽ ഒരു കുട്ടി വെളുത്തതോ ആയാൽ ആ കറുത്ത കുട്ടീനെ അമ്മമാർ ഒഴിവാക്കുമോ? അപ്പം ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ പാടുണ്ടോ? ഞാൻ കളമശ്ശേരിയാണ്. നീതു കളമശ്ശേരിയാണോ? ഓക്കേ. ഈ ലോകത്തുള്ള മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യന്മാരും കാത്തിരിക്കേണ്ട പാടാണ് ആടുജീവിതം. അതെ, അത് ഒരു സിനിമ കാണുമ്പോൾ നമ്മളെല്ലാവരും 2 ദിവസം അല്ലെ 3 ദിവസം. ഇപ്പം നമ്മുടെ എന്താ പറയുക, സത്യഭാമയുടെ കാര്യം തന്നെ ഞാൻ പറയാം. ഇപ്പം പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം കറുപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് കറുപ്പിനെ സപ്പോർട്ട് ചെയ്തു, ആൾക്കാരെല്ലാവരും. പക്ഷേ എത്ര ദിവസം എല്ലാവരും ഒരുമിച്ച് നിന്നു. മലയാളീസ് എല്ലാവരും ഒരുമിച്ച് നിന്നു, നമ്മുടെ രാമേശ്വര സാറിന് സപ്പോർട്ടായിട്ട് നിന്നു. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ദുഷ്ചിന്താഗതി ഉള്ളവർ വന്നാലും എല്ലാവരും ഒരു മനസ്സായിട്ട് സപ്പോർട്ട് ചെയ്താലും ഒതുങ്ങി പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ആരും അങ്ങനെ ചെയ്യാറില്ല. പകുതി ആൾക്കാർക്ക് മടിയാണ്, പകുതി ആൾക്കാർ അതൊന്നും മുതിരാറുമില്ല. അപ്പോൾ നമ്മൾ എന്തിനും നമ്മൾ തരണം ചെയ്താലും നമുക്കെല്ലാം അതിജീവിച്ച് പോകാൻ പറ്റും. പിന്നെ കറുപ്പിനെ പറ്റി ഇപ്പം എല്ലാവരും ഈ ബോഡി ഷേമിങ്ങിനെ പറ്റിയൊക്കെ ആണെങ്കിലും എനിക്ക് പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഒരു വണ്ണമുള്ള ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം എന്നെ തന്നെ ഞാൻ തന്നെ എടുക്കുക. എൻ്റെ എത്ര പേര് എനിക്ക് നേരത്തെ നെഗറ്റീവ് ഒരുപാട് എനിക്ക് ഇരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ വണ്ണമുണ്ട്, തടിച്ച്, ആൻറ്റി, അമ്മായി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. അതുകൊണ്ട് ആ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പോൾ എല്ലാവരും കറുപ്പിനെ ഭയങ്കരമായിട്ട് ന്യായീകരിച്ചിട്ട് കറുപ്പിനെ പറയുന്നതിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ഒരു വാക്ക് പറഞ്ഞ് ഒരു ഒറ്റ വാക്കിൽ നമ്മൾ ഉറച്ചു നിന്ന് നമ്മൾ മുന്നോട്ട് പോകണം. ഞാൻ ഇടപ്പള്ളിയിലുണ്ട്, ഇപ്പോൾ കാണാൻ വരട്ടെ? ഇപ്പോൾ കാണാൻ വരണ്ട, നമുക്ക് നാളെ കാണാം. ഇപ്പോൾ രാത്രിയായില്ലേ, സമയം 10:45 അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബിജോ ചേട്ടൻ വരുമ്പോൾ എന്തായാലും 11 മണി ഒക്കെ കഴിയും. അപ്പോൾ നാളെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ 10 മണിക്ക് ശേഷം വന്നാൽ ഞാനിവിടെ ഉണ്ടാവും, നമുക്ക് കാണാം. ഓക്കെ. വിഷ്ണുമായ അമ്പലത്തിൽ ഇപ്പോൾ പോകാറില്ലടേ. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിന്ന് പടിഞ്ഞാറൻമുറി തീരദേശ ഗ്രാമമായ ആറാട്ടുപുഴ. ഓക്കെ 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 ഓക്കെ. എനിക്ക് മനസ്സിലായി, നിരഞ്ജനനെ എനിക്കിപ്പം മനസ്സിലായി, മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ ഓക്കെ. എന്നോടൊരു ബോട്ടിക്ക് തുടങ്ങിയിട്ട് അതിനകത്ത് എന്തോ ഇനാഗ്രേഷനൊക്കെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ?
പേരെനിക്ക് ഓർമ്മയില്ലടാ, സോറി കേട്ടോ, അതാണ് കേട്ടോ എനിക്ക് മനസ്സിലാവാതിരുന്നത്. ഷിബി ബട്ടൺ ഊരാൻ പറയുന്നവരോട് ഒരു വാക്ക്. അവിടെ ഉള്ളത് തേങ്ങയല്ല, എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും ഉള്ളത് തന്നെയാണ് അവർക്കും ഉള്ളത്. അത്രയും നിർബന്ധമാണെങ്കിൽ അമ്മയോട് ചോദിക്കില്ല, ലൈവായിട്ട് കാണാമല്ലോ. ലാസ്റ്റ് ഹെയർ എന്നാ കട്ട് ചെയ്തേ? ഹസ്ബൻഡാണോ വെട്ടിയത് ആ ടൈം? എൻ്റെ ഹസ്ബൻഡ് എൻ്റെ മുടി വെട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടിയുടെ കാര്യത്തിൽ തീരുമാനമാകും. തസ്നി കാലം. എൻ്റെ നെയിം ഫാത്തിമ. ഹായ് ഫാത്തിമ. നിമിഷ ബിജോ തീ തീ തീ. താങ്ക് യു. പാട്ട് പാടുമോ? പാട്ട്. അയ്യോ, നമ്മുടെ ശരത്ത് ഒരു പാട്ട് പാടാൻ പറഞ്ഞു, ഞാനത് വിട്ടുപോയി. ഏത് പാട്ട് പാടി ശരത്തിന് വേണ്ടിയിട്ട്? ഏതാ പാടാം? ഏത് പാടും? നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടില് തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലുതെക്ക് പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ, തെല്ലുതെക്ക് പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങിയല്ലോ, നേരെ പടിഞ്ഞാറ് സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഇത്തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ. ഓക്കെ, ഇത് നമ്മുടെ ശരത്തിന് വേണ്ടി പാടുന്ന പാട്ടാണേ. പിന്നെ വേറെ ആരോ ഇവിടെ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാട്ട്. ആൽബർട്ട് ഡ്രസ്സ് സൂപ്പറാ, താങ്ക് യു. ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നത്. അതെ. ഇത് വെറും ഒരു സത്യഭാമ മാത്രമാണ്, ഒളിഞ്ഞിരിപ്പുണ്ട് ഒരുപാട് സത്യഭാമമാർ. അതെ തീർച്ചയായിട്ടും. വെളുപ്പ് കൂടിയോ? അത് കറുപ്പിട്ടതുകൊണ്ട് തോന്നുന്ന ആളേ. എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. നമുക്കിപ്പോൾ അങ്ങനെ കറുപ്പൊന്നോ വെളുപ്പൊന്നോ ഇല്ല, മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക. ഇപ്പോൾ കറുത്ത ഒരാളുടെ ആണെങ്കിലും വെളുത്ത ഒരാളുടെ ബ്ലഡിൻ്റെ കളർ റെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പഴകിച്ചൊരു ഡയലോഗ് തന്നെയാണ്, എങ്കിലും ഞാൻ പറയുകയാണ്. അപ്പം എന്താ പറയുക, ഒരിക്കലും നമ്മൾ കറുത്തതാണോ കലേനെ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഹേർട്ട് ചെയ്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ കല പഠിച്ച് മത്സരത്തിന് ഇറങ്ങാൻ പറ്റില്ല എന്ന് കറുത്ത കുട്ടികളോട് പറയും. മത്സരത്തിന് വരുമ്പോഴത്തേനും അവർ പറഞ്ഞ 1-2 ഡയലോഗ് എൻ്റെ മുന്നിൽ വെച്ച് പറയുന്നതെന്ന് വെച്ചിട്ട് ഒറ്റ അടിക്ക് ഞാൻ ആ പണ്ടാരകളി ഞാൻ തീർത്തേനെ. അത് ഉള്ള കാര്യം തന്നെയാണ്. കറുത്ത കുട്ടികൾ കലയൊക്കെ പഠിച്ച് വലുതായി വരുമ്പോൾ അവരോട് മത്സരിക്കാൻ ഇറങ്ങല്, മാറി നിൽക്കാൻ പറയുമെന്ന്. അതൊക്കെ ഒരു എന്താ പറയുക, ഭയങ്കര ചീപ്പായിട്ടുള്ള കാര്യമാണ് ആ പറയണതൊക്കെ. നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമേ അല്ല. എന്നെങ്കിലും എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ കൊടുക്കും, അത് വേറെ കാര്യം. അത് ഒരിക്കലും പറയാൻ പാടില്ല. അത് അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം പറയാം. പക്ഷേ എങ്കിലും ഇതിങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായുള്ളൊരു കാര്യമാണ്. ഒരിക്കലും അത് അങ്ങനെ തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റില്ല. ഒരു കഴിവാണ്. ഇപ്പോൾ കറുത്ത കുട്ടിയെ വെളുത്ത കുട്ടിയെന്നല്ല, ഒരു കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ അതിപ്പോൾ എവിടെ നിന്നാണെങ്കിലും കയറി തന്നെ പോകണം എന്ന ചിന്തയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതിന് പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു അടിമയായിട്ട് നിൽക്കലും കറുപ്പും വെളുപ്പും നോക്കലും ഒക്കെ. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മാറി. അവരൊന്നും ഇപ്പോഴും എനിക്ക് തോന്നുന്നു വളർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിനനുസരിച്ചൊന്നും വളർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ഉണ്ട് അതുപോലത്തെ കുറേ ആൾക്കാർ, വളരാതിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. സ്ലീവ്ലെസ് ഇട്ടാൽ വന്ന് എന്നെ തെറി വിളിക്കുന്നവരും, അതുപോലെ ഷോർട്സ് ഇട്ടാൽ എന്നെ വന്ന് ചീത്ത പറയുന്നവരും. അപ്പോൾ കാലം വളരുന്നതനുസരിച്ച് നമ്മളും കൂടി വളരണം, അത്ര തന്നെ ഞാനും പറയുന്നുള്ളൂ. ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ, വിഷയമൊക്കെ തീർന്നു പോയത്. നമുക്കിത് എപ്പോഴും പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ എന്തോരം ഉണ്ടേ പറയാൻ. ചേച്ചി നെഞ്ചുടുക്കിൻ്റെ താളത്തൊളിപ്പിലൊന്ന് പാടി നോക്കൂ, നൈസ. എനിക്കത് പാടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നെഞ്ചുടുക്കിൻ്റെ താളത്തുടുപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ, നെഞ്ചുടുക്കിൻ്റെ താളത്തുടുപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ, നൊമ്പരങ്ങൾ പാടാം ഞാൻ. കൊള്ളാം, നല്ല സുഖം, നല്ല പാട്ട്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാട്ടോ. ഞാൻ ഇടപ്പള്ളിയിലുണ്ട്. യെസ്, അവിടെ ഇരുന്നോ, നമുക്ക് നാളെ കാണാം. ഓക്കെ. രാജീവ്, ഐ ലവ് യു ചേച്ചി. വൈഗ, ഹായ് വൈഗ. ഒരു ഡാൻസ് പ്രതീക്ഷിക്കുന്നു. ഓ ഇല്ലടേ, പ്രതീക്ഷിക്കണ്ട.
അതാണ് ചേച്ചി, കൊടുക്കണം അവർക്കിട്ട്. കൊടുക്കാതെ നമുക്ക് മലയാളീസിന് എല്ലാവരും കൂടി ഒരുമിച്ച് കൊടുക്കാം. ചവിട്ട് കീറ്റി വലിച്ച് കീറാം നമുക്ക്. എനിക്ക് കൊലിപ്പ തീരണില്ലാന്ന്. ഞാനാണ് കരാട്ടൊക്കെ പഠിച്ചിട്ടിങ്ങനെ നിൽക്കാം. അയ്യോ, ഹസ്ബൻഡ് ഹെയർ ബ്രഷ് ചലഞ്ച് ചെയ്യൂന്നും പറഞ്ഞിട്ട് പേയ്മെന്റ് ഇട്ടേക്കണം. ഹസ്ബൻഡിനെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എവിടെ എത്തിയെന്ന്. അയ്യോ, മേലെ പടിഞ്ഞാറ് സൂര്യൽ ബേസിൽ ബിനു പാടാൻ പറയുന്നു. തൊണ്ടയിൽ കിച്ച് കിച്ച്. അപ്പൊ നമ്മുടെ ബേസിൽ ബിനുവിന് വേണ്ടിയിട്ട് നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടില് തത്തിക്കളിക്കണ പൊൻ സൂര്യൻ തെല്ലു തെക്കി പൂരത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങയല്ലോ തെല്ലു തെക്കി പൂരത്തെ മുറ്റത്ത് 6 അടി മണ്ണിൽ ഉറങ്ങിയല്ലോ നേരെ പടിഞ്ഞാറു സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ഇത്തറവാട്ടില് തത്തിക്കളിക്കണ പൊൻ സൂര്യൻ. ഓഫ്, എന്തൊരു ഫീലാ പാട്ടല്ലേ. ഞാൻ കുളവാക്കി പാടി, എങ്കിലും പാട്ട് എന്തൊരു ഫീലല്ലേ. ഒരു രക്ഷയില്ലാത്ത പാട്ട്. തെറി വിളിക്കുന്നവരോട് പോവാൻ പറ. അതെ, ഞാൻ പോവാൻ പറഞ്ഞു. പോ എല്ലാവരും പോ. അയ്യോ, ഒരു ഡാൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പാവം ആരാധകൻ, സോറി ആരാധകൻ, ഡാൻസ് ഒന്നും കളിക്കാൻ വയ്യടേ. അനൂപ് ബാലൻ മീഡിയ, ഹായ് അനൂപ്. പാട്ട് കൊള്ളാം താങ്ക് യു സൂര്യ. നന്നായി പാടുന്നുണ്ട്. എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് പാടാം. ഓക്കെ, സന്തോഷം, അടിപൊളി, സൂപ്പർ സൂപ്പർ വീഡിയോ, താങ്ക് യു. ഞാൻ കലൂരാണ്. അത് ശരി. ആ പാട്ട് ഞാൻ പറഞ്ഞത് ചേച്ചി കുഞ്ഞളിയൻ നെഞ്ചുരുക്കിൻ്റെ പാട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി പാടിയത്. താങ്ക് യു കുഞ്ഞളിയ. പിന്നെ വേറെ എന്താണ്? സപ്പോർട്ട് ചെയ്യുന്നവരെ കളിയാക്കല്ലേ. ഞാൻ അങ്ങനെ കളിയാക്കൂടെ? എന്തുവാടെ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാനൊരു പാവല്ല, ഞാൻ കളിയാക്കൊന്നുമില്ല. ബേസിലിന് ബിഗ് സല്യൂട്ട്. ചേച്ചി പോകാൻ പറഞ്ഞാൽ പോകണം അവർ. ആര്? പിന്നെന്താന്നാണ് ഞാനും ചോദിച്ചത്. എന്താണ് വിശേഷങ്ങളൊക്കെ? നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചു. എപ്പോഴും ചോദിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, ഫുഡ് കഴിച്ചോ? എന്താ പരിപാടി? കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമലരിൽ 17 അഴകാണ് മിഴിക്കുമഴക് ഓ മൊഴിക്കുമഴക് ഓ. എനിക്കതൊന്നും പാടാൻ അറിയില്ല. ആലപ്പുഴ നല്ല മഴയാണോ? എന്നാൽ പിന്നെ വണ്ടിയുടെ ആലപ്പുഴയ്ക്ക് പോട്ടെ. അയ്യോ, വണ്ടി എടുക്കാൻ പറയാൻ ബിജോ ചേട്ടനും ഇല്ലാതായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് ആലപ്പുഴ അല്ലെങ്കിൽ ആലപ്പുഴ പോയേനെ. മഴയുണ്ടോടെ? കാര്യമായിട്ടാണോടെ? വണ്ടി എടുത്ത് വരട്ടെയോ? ഇടപ്പള്ളി ജവാൻ ക്രോസ് റോഡ്. പാട്ട് സൂപ്പർ ആയിട്ടുണ്ട് ചേച്ചി, താങ്ക് യു. തൃശ്ശൂർ പൂരത്തിന് ഞാനുണ്ടാവും. നമ്മുടെ തൃശ്ശൂരുകാരിയായിട്ട് തൃശ്ശൂർ പൂരത്തിന് വരുന്നില്ലെങ്കിൽ പിന്നെ ഭയങ്കര നഷ്ടമല്ലേടേ. ചേട്ടൻ എന്താ ജോലി? ചേട്ടൻ ഡ്രൈവറാണ്. മീര ജാസ്മിൻ തന്നെ. ഞാനോ? മീര ജാസ്മിൻ കേൾക്കണ്ട. സത്യം പറഞ്ഞാൽ നല്ലപോലെ ദാഹിക്കുന്നുണ്ട് എനിക്ക്. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ കേട്ടോ. സത്യം സൂപ്പർ മഴ. ഷോ, എനിക്ക് വയ്യ, നിങ്ങൾ എന്നെ കൊതിപ്പിക്കാതെ. മഴയൊക്കെ നമ്മുടെ വീക്ക്നെസ്സാണ്. മഴയൊക്കെ പെയ്യുന്ന കണ്ട അപ്പം ഞാൻ വെള്ളത്തിലിറങ്ങി നനയും. പ്രിൻസ് ജോസഫ്, ഹായ് പ്രിൻസ്, സുഖമാണോ? ജിൻഡോ ചേട്ടൻ, ഫേവററ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ജിൻഡോ ചേട്ടൻ. ഉത്രാളിക്കാവിൽ ഞാൻ വന്നിട്ടില്ല. വെള്ളം കുടിച്ചിട്ട് സംസാരിക്ക്, ക്ഷീണം മാറ്റുന്നു. അതെ ഞാൻ വെള്ളം കുടിച്ചു. സേട്ടൻ എപ്പോൾ എത്തും? സേട്ടൻ കുറച്ച് കഴിയുമ്പോൾ എത്തും. ചേച്ചിയുടെ വീട് ചാലക്കുടിയിലാണ്. സനൽ ആൻഡ് ശില്പ, സൂപ്പർ സോങ്, ലവ് യു. അപ്പോൾ ശരി ഗൈസ്, ഞാൻ പോണു ഗൈസ്, ഉറങ്ങാൻ പോണു ഗൈസ്. നാളെയോ മറ്റന്നാളോ ഞാനിനി ലൈവിൽ വരാം.
അപ്പോൾ ഞാൻ പോവുകയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും ഉറങ്ങിക്കോളൂ ഗൈസ്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളൂ ഗൈസ്. കുറച്ച് വെള്ളം കിട്ടുമോ? എന്നാ വെള്ളം കിട്ടുമോ? അരുൺ ദിവാകർ, ചേട്ടൻ ഭാഗ്യവാനാണെന്ന് ഞാൻ പറയാം ചേട്ടനോട് കേട്ടോ. ഞങ്ങൾ വന്ന ഉടനെ ചേച്ചി പോകുന്നു. അയ്യോ, ഞാൻ കുറേ നേരമായിടെ വന്നിട്ട്, 1 മണിക്കൂറായി. ഏട്ടൻ വന്നില്ല, വരും 11:30 ആവും വരുമ്പോൾ. ചിലപ്പോൾ 11:45, ചിലപ്പം 12 മണിയൊക്കെ ആവും. ചേട്ടനെ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യിപ്പിക്കാം കേട്ടോ. എന്തായാലും ചേട്ടനെ കൊണ്ട് ഞാൻ വീഡിയോ ചെയ്യിപ്പിക്കാം. ഓക്കെ. ചേച്ചിനെ കണ്ടപ്പോൾ, സംസാരം കേട്ടപ്പോൾ ഒരു സമാധാനം. അതെ, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. ഹായ്, ന്യൂ വർക്കൊക്കെ അടിപൊളി വർക്കുകളാണ് വരാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ശരി കേട്ടോ, എല്ലാവർക്കും കാണാം. ഞാൻ പോവാണ്. മണിച്ചേട്ടൻ്റെ അനിയനല്ലേ ചേച്ചിനെ നൃത്തം പഠിപ്പിച്ചത്? മണിച്ചേട്ടൻ്റെ അനിയൻ ഒരു 2-3 ദിവസമേ എനിക്ക് RLV രാമേശ്വര സാറിൻ്റെ ക്ലാസ്സിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഞാൻ അവിടെയാണ് പഠിച്ചത്, പക്ഷേ എനിക്ക് അധികം പഠിക്കാൻ പറ്റില്ല. ഒരു 3 വർഷമേ ഞാൻ അവിടെ പഠിച്ചിട്ടുള്ളൂ. സാറിൻ്റെ ക്ലാസ്സിൽ ഞാൻ 1-2 ദിവസം മാത്രമേ ഇരുന്നിട്ടുള്ളൂ. അവിടെ തന്നെ RLV സുഭാഷ് പന്തല്ലൂർ എന്ന് പറയുന്ന സാറാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചത്. അതൊരു 3 വർഷത്തോളം എനിക്ക് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നമ്മുടെ കൊച്ചിയിലേക്ക് മാറി. കൊച്ചിയിൽ സ്റ്റേ അവിടെ തന്നെ ആക്കി. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇവിടുന്ന് പോക്ക് വരവ്, ചാലക്കുടിക്കുള്ള പോക്ക് വരവ് ഭയങ്കര ലോങ് ആയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. എനിക്കത് ഭയങ്കര തീരാ നഷ്ടം തന്നെയാണ് എനിക്ക് പഠിക്കാൻ പറ്റാഞ്ഞത്. ഡാൻസ് ക്ലാസിക്കലായിരുന്നു പഠിച്ചത്, ഭരതനാട്യമായിരുന്നു. അപ്പോൾ അതെനിക്ക് ഫുള്ളാക്കാൻ പറ്റാത്തതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. അറിയാവുന്ന ഡാൻസൊക്കെ വെച്ച് ഞാനിങ്ങനെ എല്ലാവരെയും നെഗറ്റീവൊക്കെ മേടിച്ച് കെട്ടിയിട്ടുണ്ട്. ഉള്ള സ്റ്റെപ്പ് വെച്ച് ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. അതാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്, എല്ലാ ഡാൻസിലും ഒരേ സ്റ്റെപ്പാണോ? നമുക്കറിയണ്ടേ, കിട്ടണ്ടേ വല്ലതും ഒക്കെ, പഠിച്ചാലല്ലേ കിട്ടൂ. ചേച്ചി എവിടെയാ? കൊച്ചിയിൽ എവിടെയാ ചേച്ചി? ഞങ്ങളും കൊച്ചിയാണ്. ഞാൻ കൊച്ചിയിലെ എടപ്പള്ളിയിൽ ജവാൻ ക്രോസ് റോഡാണ് കൊച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും എന്ത് പറയുന്നു? ഗോഡ് ബ്ലസ് യു ചേച്ചി. താങ്ക് യു ബെൻബിൻ, താങ്ക് യു സോ മച്ച്. ചേച്ചിനെ എന്തെങ്കിലും നേരിട്ട് കാണാൻ കഴിയാൻ പറ്റുമോ? എന്നാണ് സംസാരിക്കാൻ പറ്റുക. നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണാൻ നേരിട്ടിട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാനിതാ പോട്ടെ, ഉറങ്ങട്ടെ. ഇനി നമുക്ക് നാളെ കാണാം. ഞങ്ങൾ എയർപോർട്ടിൻ്റെ അടുത്താണ്, അത്താണിയിൽ. ഞാൻ എയർപോർട്ടിൽ അവിടെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവിടെ വന്നിട്ട് നമ്മുടെ ഫ്ലൈറ്റ് താഴുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ വന്നിരിക്കാറുണ്ട്. അപ്പോൾ ഇനി വരുവാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ. കാരണം എനിക്ക് ഈ യൂട്യൂബിൽ നമുക്ക് എന്താണെന്നറിയോ, യൂട്യൂബിൽ നമുക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഇൻസ്റ്റ, ഫേസ്ബുക്കൊക്കെ ആകുമ്പോൾ നമുക്ക് മെസ്സഞ്ചർ ഉണ്ടാവും, കോൺടാക്ട് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഈ യൂട്യൂബിൽ നമുക്കത് പറ്റൂല. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നമുക്കവിടെ എല്ലാവർക്കും കാണാൻ പറ്റും. സുഖമല്ലേ രതീഷ് ബോംബെ? ഹായ് രതീഷ് ഏട്ടാ, നമസ്കാരം. ഹായ് ഹായ്. ഇനി വരുമ്പോൾ കാണാം. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ, ബൈ, ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ.